കുരുക്ഷേത്രം തത്സമയം പ്രേക്ഷകർക്കൊപ്പം ചേരുന്നു കണ്ണൂരിൽ നിന്നും രാഷ്ട്രീയം തിളച്ചു പറയുന്ന കണ്ണൂരിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ നിന്നും എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കണ്ണൂരിന്റെ മണൽത്തരികൾക്ക് പോലും രാഷ്ട്രീയമുണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇവിടെ വീശുന്ന കാറ്റുപോലും രാഷ്ട്രീയം പറയുമത്രേ. കണ്ണൂർ എങ്ങനെ അടിമുടി രാഷ്ട്രീയമായി ചുവന്നും എന്നാൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ വശത്തേക്ക് ചാഞ്ഞുമിരിക്കുന്ന ഒരു മണ്ഡലമാണ്. ഈ മണ്ഡലത്തിൽ സിറ്റിംഗ് MP ആയ കെ സുധാകരൻ KPCC അധ്യക്ഷനാണ്. നേരിടുന്നത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി MP ജയരാജൻ. മറുഭാഗത്ത് NDAയും സാന്നിധ്യം അറിയിക്കാനായി സ്ഥാനാർത്ഥി നിർത്തിയിരിക്കുന്നു, അതും UDF പാളയത്തിൽ നിന്ന് അടർത്തിയെടുത്ത്. ഒട്ടേറെ രാഷ്ട്രീയ ചോദ്യങ്ങൾ, ദേശീയ പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്യുകയാണ്. നമ്മൾ കണ്ണൂരിന്റെ രാഷ്ട്രീയ മനസ്സിൽ എന്ത് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമുക്കൊപ്പം LDFിൽ നിന്നും PP ദിവ്യ, NDAയിൽ നിന്നും KK വിനോദ് കുമാർ, അല്പസമയത്തിനകം UDF പ്രതിനിധി TO മോഹനും നമ്മളുടെ ചർച്ചയിൽ പങ്കുചേരും. ഒപ്പം കണ്ണൂരിലെ വോട്ടർമാരും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും നിഷ്പക്ഷരായിട്ടുള്ള നിരീക്ഷകരും നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മൾ ശ്രീകണ്ഠാപുരത്തു നിന്നുമാണ് ഈ ചർച്ച പ്രേക്ഷകരിലേക്ക് എത്തുന്നത്, കണ്ണൂർ മണ്ഡലത്തിൽ നിന്നും. ആദ്യം PP ദിവ്യയിലേക്ക്. PP ദിവ്യ, ദേശീയ രാഷ്ട്രീയം അടിമുടി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻ, നമ്മൾ ആദ്യം ദേശീയ പൊതുവിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു, അതിനുശേഷം മണ്ഡലത്തിലേക്ക് വരാം. AK ബാലൻ പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ CPM മത്സരിക്കുന്നത്, കണ്ണൂർ മണ്ഡലത്തിലും മത്സരിക്കുന്നത് അരിവാൾ ചുറ്റിക നക്ഷത്രം എന്നത് മാറി ഈനാമ്പേച്ചിയും തേളും ആവാതിരിക്കാൻ വേണ്ടിയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കണ്ണൂരിൽ മത്സരിക്കുമ്പോൾ ഞങ്ങൾ പ്രധാനമായി നേരിടുന്നത് രണ്ട് മുന്നണികളെയാണ്. ഒന്ന് UDF ആണ്, ഒന്ന് BJP ആണ്. മറ്റൊരു കാര്യം, രാജ്യത്ത് നേരത്തെ എനിക്ക് തോന്നുന്നത് ഇന്ത്യ മുന്നണിയെക്കുറിച്ചാണല്ലോ സൂചിപ്പിച്ചത്. ആദ്യഘട്ടത്തിൽ തന്നെ സൂചിപ്പിച്ചൊരു കാര്യമാണ് 3 സംസ്ഥാനങ്ങളിൽ, അത് കേരളം, അതോടൊപ്പം തന്നെ ബംഗാൾ ഉൾപ്പെടെയുള്ള 3 സംസ്ഥാനങ്ങളിൽ മറ്റ് നീക്കുപോക്കുകൾ ഉണ്ടാവില്ല എന്നുള്ളത് ആദ്യഘട്ടത്തിൽ തന്നെ സൂചിപ്പിച്ചതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ വളരെ വാശിയോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നമ്മുടെ എതിരാളികളെ നേരിടാൻ വേണ്ടി തയ്യാറായിരിക്കുന്നത്. ഈ കണ്ണൂർ മണ്ഡലത്തിൽ CPM മത്സരിക്കുമ്പോൾ CPMന് പറയാനൊരു രാഷ്ട്രീയം ദേശീയ തലത്തിൽ വേണമല്ലോ. നിങ്ങൾക്കൊരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയില്ല. ഇന്ത്യ മുന്നണിയായി തൊട്ടപ്പുറത്ത് നിങ്ങൾ പോയാൽ ഡിണ്ടിഗലിൽ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ച് CPM സ്ഥാനാർത്ഥി വോട്ട് നേടുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഈ രണ്ട് മുന്നണികളും ഒരുമിച്ച് മത്സരിക്കുമ്പോൾ നിങ്ങൾ പരിധി വിട്ടുള്ള വിമർശനങ്ങളിലേക്കാണ് പോകുന്നത്. നിങ്ങളെക്കുറിച്ച് പ്രതിപക്ഷം പറയുന്നത് ന്യൂനപക്ഷ പ്രീണനത്തിന് വേണ്ടി CAA ഉയർത്തിപ്പിടിച്ച് നടക്കുന്നുവെന്നാണ്. മറുഭാഗത്ത് പറയുന്നത് കോൺഗ്രസിന്റെ മയ്യത്ത് കാണാറായി എന്നാണ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഏതു രാഷ്ട്രീയത്തെയാണ് പിന്തുണയ്ക്കുന്നത്? കോൺഗ്രസിനെ ഏതെങ്കിലും തരത്തിൽ സംരക്ഷിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ട ഒരു ഗതികേട് CPMനില്ല. കോൺഗ്രസിനെ വളരെ ഇന്നത്തെ ഒരു ഘട്ടത്തിൽ CPM എങ്കിലും ഇങ്ങനെയെങ്കിലും വിമർശിച്ചില്ലെങ്കിൽ എന്താകും കോൺഗ്രസിന്റെ അവസ്ഥ എന്ന് ഞാനിവിടെ പറയേണ്ട ആവശ്യമില്ല. കാരണം സാധാരണ നമ്മുടെ നാട്ടിൽ പറയും, ഇലപൊഴിയുന്ന ശിശിരമാസത്തിലെ ഇലപൊഴിയുന്ന വൃക്ഷത്തിന്റെ അവസ്ഥയാണ് ഇപ്പോൾ കോൺഗ്രസിന്. നമ്മുടെ ഈ ഒരു ചർച്ച തുടങ്ങുന്ന സമയത്ത് കോൺഗ്രസിന്റെ ഒരു MP BJPയിലേക്ക് പോയി എന്ന വാർത്തയോടുകൂടിയാണ്, ഞാൻ കൃത്യമായി വിവരം എനിക്ക് കിട്ടിയിട്ടില്ല, വാർത്തയോടുകൂടിയാണ് ഈ ചർച്ച പോലും ആരംഭിക്കുന്നത്. ആ കോൺഗ്രസിനെ നമ്മളെങ്കിലും ഇങ്ങനെ വിമർശിച്ചില്ലെങ്കിൽ എന്ത് ഇന്ത്യയിൽ സംഭവിക്കും എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒരു ശിശിരമായി അതിലെ ഒരു വൃക്ഷമായ കോൺഗ്രസിനെ നിങ്ങൾ ഉപമിക്കുകയാണെങ്കിൽ മറുഭാഗത്ത് ഇല കൊഴിഞ്ഞ് ചുള്ളിക്കമ്പായി കഴിഞ്ഞ CPM അല്ലേ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. അല്ല, CPMനെ നമ്മൾ ഈ രാജ്യത്ത് ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്നും ഈ രാജ്യത്ത് നാളെ ഭരിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു മുന്നണിയാണ് എന്ന് CPMോ ഇടതുപക്ഷമോ എവിടെയും ഞങ്ങൾ അത് അവകാശപ്പെടുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, പക്ഷെ ഇന്ത്യ രാജ്യത്ത് ഇന്ന് രാജ്യത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു മുന്നണി ഉണ്ടെങ്കിൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് എന്ന് അഭിമാനത്തോടു കൂടി ഞങ്ങൾ പറയും. അത് നിങ്ങൾക്ക് ഇടതു മുന്നണിയിൽ വോട്ട് രേഖപ്പെടുത്തിയാൽ ആ വോട്ട് മാറില്ല. നിങ്ങൾക്ക് വിശ്വസിക്കാം. കാരണം ഞാൻ വേണമെങ്കിൽ നാളെ BJPയിലേക്കാം പോയേക്കാം എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി ഇടതുപക്ഷത്തിനില്ല. മോഹനൻ, വളരെ വലിയ ഒരു വെല്ലുവിളിയാണ് ആദ്യഘട്ടത്തിൽ PP ദിവ്യ നടത്തിയിരിക്കുന്നത്. അത് പറഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല, ഇവിടുത്തെ സിറ്റിംഗ് ആയ MP UDFന്റെ സ്ഥാനാർത്ഥി K സുധാകരനാണ്. അതടക്കമാണ് താങ്കളുടെ മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നത്. നേരത്തെ PP ദിവ്യ പറഞ്ഞതിൽ നിന്ന് തുടങ്ങാം. നോക്കൂ, എന്തു വിശ്വസിച്ചാണ് നിങ്ങളെ ഇവിടെ നിന്നും K സുധാകരനെ കണ്ണൂരിൽ നിന്നും തെരഞ്ഞെടുത്ത് അയക്കേണ്ടത്? എപ്പോൾ വേണമെങ്കിലും BJPയിലേക്ക് പോകാം എന്നുള്ളത് ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും BJPയിലേക്ക് പോകാമെന്ന് വായിച്ചൂടെ? ഇത് തന്നെയാണ് CPM എല്ലാ കാലത്തും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാര് അവരെല്ലാം BJPയിൽ പോകുന്നവരാണ് എന്ന തരത്തിലുള്ളൊരു പ്രചരണം മാത്രമാണ് ഇന്ന് ദേശീയ തലത്തിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിൽ
CPM-ന് മുന്നിൽ നിർത്താനുള്ളത്? മറ്റെന്ത് മുദ്രാവാക്യമാണ് പറയാനുള്ളത്? ഇപ്പൊ കേരളത്തിൽ നരേന്ദ്രമോദിയെ വിമർശിക്കുന്നതിനേക്കാളും അപ്പുറം മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നു. എന്താണ് രാഹുൽ ഗാന്ധിയെ വിമർശിച്ച് രാഹുൽ ഗാന്ധിയെ അങ്ങനെ താഴ്ത്തിക്കെട്ടിയാൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ജനാധിപത്യം ആഗ്രഹിക്കുന്ന, മതേതരത്വത്തിൽ വിശ്വാസമുള്ള, ഇന്ത്യ ഐക്യത്തോട് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഭാരതത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങളുണ്ട്. ഭാരത് ജോഡോ യാത്ര നടത്തിയപ്പോഴും ഭാരത് ജോഡോ ന്യായ് യാത്ര നടത്തിയപ്പോഴും അത് ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും കണ്ടതാണ്. അത്തരം ജനങ്ങളുടെ പ്രതീക്ഷയാണ് രാഹുൽ ഗാന്ധി. ഇവിടെ ഡൽഹിയിൽ പോയി കഴിഞ്ഞാൽ, മറ്റു സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അതല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ തണലിലാണ് CPM നിൽക്കുന്നത് എന്നത് മറന്നുപോകരുത്. ഇവിടെ പറഞ്ഞല്ലോ, പക്ഷേ ആ രാഹുൽ ഗാന്ധി നിൽക്കുന്നത് കേരളത്തിലെ തണലിലാണ്. അത് അങ്ങനെയല്ല, അങ്ങനെ പറയാം. അത് ആയിക്കോട്ടെ, കേരളത്തിൽ ആരുടെ തണലിൽ? ആരുടെ തണലിൽ? ലീഗിന്റെ തണലിൽ, മുസ്ലിം ലീഗിന്റെ തണലിൽ. അങ്ങനെയാണോ? അല്ലേ? അങ്ങനെയാണോ? അല്ലെങ്കിൽ വയനാട്ടിൽ നിങ്ങൾക്ക് ഉറപ്പുള്ള വോട്ട് വേറെ എവിടെയാണ്? അത് ഇവിടെ CPM നടത്തുന്ന പ്രചരണത്തിന്റെ പങ്ക് പറ്റി നിങ്ങൾ നിൽക്കുന്നു എന്നുള്ളതാണ് സത്യം. കേരളത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് ഏത് മുന്നണിയായാലും അല്ലെങ്കിൽ അടുത്ത വർഷം മുന്നണിയായാലും ഈ മുന്നണി രാഷ്ട്രീയം കേരളത്തിൽ ഉണ്ടായിട്ട് വർഷങ്ങളായി. ആ മുന്നണി രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ ഇന്ത്യയിൽ നരേന്ദ്രമോദിക്ക് എതിർക്കാൻ ഉയർന്നു വന്ന ജനങ്ങളുടെ പ്രതീക്ഷയായ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമ്പോൾ ആ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്കെതിരെ നിൽക്കാതെ മാറി നിന്നുകൊണ്ട് മാന്യത കാണിക്കേണ്ടത് ഇടതുപക്ഷമാണ്. എന്നാൽ ഇടതുപക്ഷം ചെയ്യുന്നത് രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നു, കോൺഗ്രസിനെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നു. അത് ഇങ്ങനെ ജനാധിപത്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കീഴിൽ രാജ്യത്തൊരു ബദൽ ശക്തി ഉണ്ടാകണമെന്നും ഭരണം മാറി വരണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ജനങ്ങളെ തൃപ്തിപ്പെടുത്തുമോ എന്നതാണ് എന്റെ നേരിട്ടുള്ള ചോദ്യം. ഇതാണ്, കണ്ണൂരിലെ വോട്ടർമാർ കെ സുധാകരന് വോട്ട് ചെയ്യുമ്പോൾ എന്ത് വിശ്വസിച്ചാണ് വോട്ട് ചെയ്യേണ്ടത്? ഇത് കെ സുധാകരൻ പല ഘട്ടങ്ങളിലായി നടത്തിയ ദീർഘമായ പ്രസംഗങ്ങൾ, ആ പ്രസംഗങ്ങളിലെ 1, 2, 3 സെക്കൻഡ് മാത്രം എടുത്തിട്ടാണ് ഇവർ ഈ പ്രചരണം നടത്തുന്നത്. ശാഖയ്ക്ക് കാവൽ നിൽക്കാൻ പോകുന്ന കെ സുധാകരനെ എങ്ങനെയാണ് നരേന്ദ്രമോദിക്കെതിരായ പോരാട്ടത്തിൽ കണ്ണൂരിലെ വോട്ടർമാർ പിന്തുണയ്ക്കേണ്ടത്? ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. CPM ഓരോ ഘട്ടത്തിലും നടത്തുന്ന പ്രചരണമാണിത്. ഈ പ്രചരണം നടത്തുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാര് ശ്രീമാൻ കെ സുധാകരനായാലും ഇപ്പോൾ നരേന്ദ്രമോദിക്കെതിരെ പാർലമെന്റിനകത്ത് ഏറ്റവും കൂടുതൽ ശബ്ദിച്ചത് കേരളത്തിലെ MP-മാരാണ്. പക്ഷേ കെ സുധാകരൻ അവിടെ ഉണ്ടായിരുന്നില്ല. 50% അറ്റൻഡൻസ്. കെ സുധാകരൻ പാർലമെന്റിനകത്ത് പോരാട്ടം നടത്തി സസ്പെൻഷൻ വാങ്ങിച്ച MP-ആണ്. നമ്മളത് ആലോചിക്കണം. അവിടെ പോരാട്ടം നടത്തേണ്ട, കൃത്യമായി പറയേണ്ട കാര്യങ്ങളൊക്കെ. പക്ഷേ അപ്പോഴും ഞാൻ മണ്ഡലത്തിലേക്ക് വരാം. മണ്ഡലത്തിലേക്കും സുധാകരന്റെ പെർഫോമൻസിലേക്ക് നമുക്ക് 2ാം റൗണ്ടിൽ വരാം. വിനോദ്, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. നോക്കൂ, നിങ്ങളെ എതിർക്കാൻ വേണ്ടി 2 പാർട്ടികളും 2 മുന്നണികളും ഒറ്റക്കെട്ടായി ഇന്ത്യയിൽ പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. 31-ാം തീയതി നിങ്ങൾക്കെതിരെ ഒരു വലിയ റാലി നടക്കാൻ പോവുകയാണ് രാംലീല മൈതാനത്ത്. ഇന്ത്യ മുഴുവൻ നിങ്ങൾക്കെതിരെ സംഘടിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊരു ആത്മവിശ്വാസക്കുറവിലാണോ ഇവിടെ രാഹുൽ ഗാന്ധിയെ മത്സരിക്കാൻ 8% മാത്രം വോട്ടുള്ള വയനാട്ടിലേക്ക് നിങ്ങൾ കെ സുരേന്ദ്രനെ കൊണ്ടുവരുന്നത്? ഇവിടെ നിങ്ങൾക്ക് മറ്റൊരാളെ കണ്ടെത്താൻ കഴിയാഞ്ഞിട്ടാണോ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന C രഘുനാഥിനെ മത്സരിപ്പിക്കേണ്ടി വരുന്നൊരു ചോദ്യമുണ്ട്. ഇക്കഴിഞ്ഞ 10 വർഷം ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ, ജനക്ഷേമ പദ്ധതികൾ, അടിസ്ഥാന പ്രശ്നങ്ങൾ, രാജ്യം ഇന്ന് സാമ്പത്തികപരമായി 5-ാം സ്ഥാനത്തെത്തിയിരിക്കുന്ന സാഹചര്യം, ഭീകരവാദികൾക്കും തീവ്രവാദികൾക്കുമെതിരെ ശക്തമായി പോരാട്ടം നടത്തി ഏറെക്കുറെ ഉന്മൂലനം ചെയ്യപ്പെട്ട സാഹചര്യം, രാജ്യത്ത് ദേശീയപാതകളായാലും റെയിൽവേ മേഖലയായാലും എല്ലാം വികസനത്തിൻ്റെ കൊടുമുടിയിൽ എത്തി നിൽക്കുന്ന സാഹചര്യം. ഇങ്ങനെ 60 വർഷം കോൺഗ്രസ് വരാം 60 വർഷം ഇന്ത്യ രാജ്യം ഭരിച്ച് തകർത്ത കോൺഗ്രസിന്റെ എൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്ന ദിവ്യയുടെ പാർട്ടി പിന്തുണച്ച TO മോഹനന്റെ പാർട്ടി ഭരണം നടത്തിയ കാലഘട്ടം ഉൾപ്പെടെ രാജ്യത്ത് കോൺഗ്രസ് നടപ്പിലാക്കിയ തെറ്റായ സമീപനങ്ങൾക്കെതിരെ ജനരോഷം ആളിപ്പടരുന്നൊരു സാഹചര്യം ഉണ്ടായി. 2014 മുതൽ 2024 വരെയുള്ള 10 വർഷക്കാലം ഞാൻ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട വിധത്തിൽ ഈ രാജ്യത്ത് അങ്ങേയറ്റം വികസനത്തിന്റെ പാതയിലെത്തി ഭാരതം എത്തിയിരിക്കുന്നു എന്നുള്ളത് തർക്കമറ്റ കാര്യമാണ്. ഇങ്ങനെയുള്ള ഒരു വികസന നേട്ടവുമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ BJP NDA ജനങ്ങൾ. യഥാർത്ഥത്തിൽ നിങ്ങൾ ആ വികസന നേട്ടം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ടോ? നിങ്ങൾ രാമക്ഷേത്രം അവതരിപ്പിക്കാൻ വന്നു, ഇലക്ട്രൽ ബോണ്ടിൽ തട്ടിയത് തകർന്ന് തരിപ്പണമായി പോയി. ഇപ്പോൾ കഷ്ടിച്ച് 270 സീറ്റ് എങ്ങനെ കൂട്ടാമെന്നൊരു ആലോചനയിലല്ലേ BJP? അത് എനിക്ക് മുമ്പേ സംസാരിച്ച 2 പേരുടെയും വാക്കിൽ നിന്ന് താങ്കൾക്ക് തന്നെ ബോധ്യമാണല്ലോ. ഇവർ മത്സരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നിങ്ങളെ എതിർക്കാൻ. അതായത് കോൺഗ്രസിനെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് CPM മത്സരിക്കുന്നത്. അതെ.
എന്നാണല്ലോ ഒരു നേരത്തെ മതേതര പാർട്ടിയെ കോൺഗ്രസ് വേണമെന്ന് ഇടതുപക്ഷം കരുതുന്നു. അതിലെന്താ തെറ്റ്? എന്നാണല്ലോ ആ. എന്നാൽ അതായത് INDA ഇന്ത്യ എന്ന് പറയുന്ന മുന്നണിയുടെ രണ്ട് ഘടകകക്ഷികളാണ് എന്റെ ഇടത്തും വലത്തും നിൽക്കുന്ന ആളുകൾ. അതെ, വാളയാറ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ കൂട്ടുപുഴ പാലം കഴിഞ്ഞാൽ ഈ രണ്ടാളുകളും ഒരു മുന്നണിയുടെ ഭാഗമാണ്. അതെ. തമിഴ്നാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ചുകൊണ്ടാണ്, സീതാറാം യെച്ചൂരിയുടെ ഫോട്ടോ വെച്ചിട്ടല്ല CPM സ്ഥാനാർത്ഥി വോട്ട് പിടിക്കുന്നത്. അതെ. രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ അതെ, വെച്ചിട്ടാണ്. നിങ്ങൾക്കൊരു അവസരം തരാതിരിക്കാനാണ് അവർ മത്സരിക്കുന്നത് സാർ. അതായത് എന്തിന് ഈ കേരളത്തിലെ ജനങ്ങളെ ഇങ്ങനെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കും? എത്ര കാലം നിങ്ങൾക്ക് ഇങ്ങനെ വിഡ്ഢി വേഷം കെട്ടാൻ പറ്റും? EM ശങ്കരൻ നമ്പൂതിരിപ്പാട് ഇപ്പം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അദ്ദേഹം ഹാർട്ട് അറ്റാക്കായി മരിക്കുമായിരുന്നു. അതായത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനം തുടങ്ങിയ കാലം മുതൽ അദ്ദേഹം മരിക്കുന്നത് വരെയുള്ള കാലഘട്ടം കോൺഗ്രസ് മുക്ത ഇന്ത്യ എന്നുള്ളതായിരുന്നു അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നത്. അങ്ങനൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും കോൺഗ്രസ് മുക്ത ഭാരതം അത് നിങ്ങളുടെ മുദ്രാവാക്യമാണ് സാർ. EMSന്റെ എങ്ങനെയാവും? അദ്ദേഹം പഴയ കോൺഗ്രസിലായിരുന്നു, CSP ആയിരുന്നു, പിന്നീടാണ് ഇങ്ങോട്ട് വരുന്നത്. CPMന്റെ പോളിറ്റ് ബ്യൂറോ പോലും അംഗീകരിച്ചത് കോൺഗ്രസ് മുക്ത ഇന്ത്യ, കോൺഗ്രസിനെ ഒന്നാം നമ്പർ ശത്രുവായി കണ്ടുകൊണ്ടായിരുന്നു. രാഷ്ട്രീയ ശത്രുവാണ്, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന മുദ്രാവാക്യം CPM അല്ല, അത് BJP ആവിർഭവിച്ച തുടക്കം കുറിച്ച കാലം മുതൽ ഞങ്ങൾ പറയുന്നത് തന്നെയാണ് കോൺഗ്രസ് മുക്ത ഭാരതം. കാരണം ഈ രാജ്യത്തെ അങ്ങേയറ്റം തകർത്ത് തരിപ്പണമാക്കിയ പാർട്ടിയാണ് കോൺഗ്രസ്. ആ കോൺഗ്രസ് ഇല്ലാതാവേണ്ടത് രാജ്യത്തിന് ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് BJP അന്ന് മുതൽ ഇന്ന് വരെയും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് മുക്ത ഭാരതം തന്നെയായിരിക്കണം എന്നുള്ളത്. ഈ കണ്ണൂരിൽ നിങ്ങൾ എന്ത് പ്രതീക്ഷയാണ് വെച്ച് പുലർത്തുന്നതെന്ന് മാത്രം പറയൂ. നേരത്തെ ആദ്യം അരുൺകുമാർ സൂചിപ്പിച്ചതിനോട് ഒരു വിയോജിപ്പ് ഞാൻ രേഖപ്പെടുത്തുന്നു. സാന്നിധ്യം അറിയിക്കാനാണ് NDA മത്സരിക്കുന്നത് എന്ന താങ്കളുടെ ഒരു വാക്ക് ഫസ്റ്റില് തന്നെ തുടങ്ങി. അതിനോട് ഞാൻ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. 85,000 വോട്ടല്ലേ നിങ്ങൾക്കുള്ളൂ ഈ മണ്ഡലത്തിൽ? അതായത് 84 2 സീറ്റാണ് BJPക്ക് ഉണ്ടായിരുന്നത്. അതെ, അത് ഉത്തരത്തിലെ കഥയാ. എവിടെയായാലും ഇന്ത്യൻ പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 2 സീറ്റ് ഉണ്ടായിരുന്ന പാർട്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സ്വന്തമായി 303 സീറ്റും ഘടകകക്ഷികളെല്ലാം ചേർന്ന 353 സീറ്റിലേക്കും ആ പാർട്ടിക്ക് മാറാൻ കഴിഞ്ഞെങ്കിൽ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച 10% വോട്ട് ജയിക്കുന്ന വോട്ടായി ഈ തെരഞ്ഞെടുപ്പിൽ മാറും. NDA സ്ഥാനാർത്ഥി C രഘുനാഥ് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കും. പക്ഷേ അത് കോൺഗ്രസിന്റെ പഴയ സ്ഥാനാർത്ഥിയായിരുന്നു സാർ. നാളെ TO മോഹനും ജില്ലാ PP ദേവിയും NDA സ്ഥാനാർത്ഥി വരൂല എന്ന് അരുൺ പറയാൻ പറ്റുമോ? എനിക്ക് പറയാൻ പറ്റില്ല. PP ദേവിയെ പോലെ പറയണം. PP ദേവിയെ അത് പറയാൻ പറ്റില്ല. അതായത് ആരായിരുന്നു CPMന്റെ മുൻ MLA നമ്മുടെ രാജേന്ദ്രൻ നിങ്ങളുടെ പാർട്ടിയിൽ എത്തിയിട്ടില്ല. അല്ല, എത്തിയിട്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അതായത് അവർക്ക് പോലും വിശ്വാസക്കുറവാണ്. CPMന്റെ ചില സംസ്ഥാനത്തെ നേതാക്കന്മാർ ദിവ്യയെ വിനോദ് കുമാർ സംശയിക്കുന്നു. ദിവ്യ മറുപടി ദിവ്യയുടേതാണ്. ആത്മഹത്യ ചെയ്യാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഞാനിപ്പോ വളരെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്റെ വാഹനം പോകുന്ന സമയത്ത് CPMന്റെ അനുഭാവികളോട് കൂടിയാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ വാഹനം എടുത്ത് പോകുമ്പോൾ ദയവ് ചെയ്തിട്ട് അറിയാതെ BJPയുടെ കൊടിയുടെ അടിയിൽ പോലും പാർക്ക് ചെയ്യരുത്. കാരണം എന്താന്ന് പറയാ, നമ്മൾ BJP പോയി എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഇവര് പ്രചരണം നടത്തുക. അതാണ് രാജേന്ദ്രന്റെ കാര്യം ഇവിടെ പറയുന്നത്. വ്യക്തമാക്കി താങ്കളുടെ നയം എന്താണ്? ഇവിടെ നയം വ്യക്തമാക്കേണ്ട കാര്യമൊന്നുമില്ല. പറയട്ടെ, ഞാൻ പറയട്ടെ. അങ്ങനെയല്ല, ഇവിടെ വന്ന് നയം വ്യക്തമാക്കേണ്ട താങ്കൾ നാളെ കോൺഗ്രസിൽ നിന്ന് BJPയിൽ എത്തുമോ എന്നതാണ് ചോദ്യം. ഇവിടെ വന്ന് നയം വ്യക്തമാക്കേണ്ട കാര്യമില്ല. കൃത്യമായ നിലപാടുള്ള ആളുകൾക്ക് നയം വ്യക്തമാക്കേണ്ട കാര്യമില്ല. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആലോചിക്കുന്നത് BJPയുടെ ഗതികേടാണ്. BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് 84 പോലെ ചരിത്രമൊക്കെ പറയുന്നു. അതിനകത്ത് മത്സരിക്കാൻ പോലും ആളുകളെ കിട്ടാതെ മറ്റു പാർട്ടികളിൽ പോയി അവിടെ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കേണ്ട ഗതികേടാണുള്ളത്. മുൻപ് EK നായനാരുടെ മന്ത്രിസഭയിൽ അംഗമായിരുന്ന CPMന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി വിശ്വനാഥ മേനോൻ, അദ്ദേഹം എറണാകുളത്ത് BJPയുടെ സ്ഥാനാർത്ഥിയായിരുന്നു, മറന്നു പോകരുത്. അതുപോലെ തന്നെ അൽഫോൺസ് കണ്ണന്താനം, അദ്ദേഹം CPMൽ നിന്ന് മാറിപ്പോയിട്ട് പിന്നീട് BJPയുടെ പത്തനംതിട്ടയിലോ ആണ്. ആര് പറയട്ടെ? അനിൽ ആന്റണി. ആയിക്കോട്ടെ, അതുകൊണ്ട് ഞാൻ പറയട്ടെ. ഈ അനിൽ ആന്റണിയുടെ കാര്യം പറയുമ്പോൾ ഇവരൊന്നും കോൺഗ്രസിന്റെ നേതാക്കന്മാരായിരുന്നില്ല. ഡിജിറ്റൽ സെല്ലിന്റെ കൺവീനർ ആയിരുന്നില്ലേ അദ്ദേഹം? നിങ്ങൾ ഡിജിറ്റൽ സെല്ലിന്റെ കൺവീനർ അല്ലേ? ഒരു സെല്ലിന്റെ കൺവീനർ ആക്കി അവരെ നേതാവ് എന്നുള്ളതിൽ ഞങ്ങൾ വിശേഷിപ്പിച്ചിട്ടില്ല. ഇവിടെ പറയട്ടെ, പത്മജ പോയിട്ടുണ്ട്. ഞാൻ അതാണ് പറയുന്നത്. അത്തരം ആളുകളെ, രാഷ്ട്രീയത്തിൽ മൂല്യത്തിന് വില കൽപ്പിക്കാത്ത ചില ആളുകളെ പണം കൊടുത്തുകൊണ്ട്, അതല്ലെങ്കിൽ കളങ്കിതരായ ആളുകളെ പറകിൽ പോയി നിങ്ങൾക്ക് ജയിൽ വേണമോ അതല്ല BJPയിൽ വേണമോ, ആ നിലയിലേക്ക് പോയി അവരെ ജയിലിൽ പോകുന്നത്. ഈ C രഘുനാഥ് ഇതിൽ ഏത് കാറ്റഗറി പെടും?
അത് അവരാണ് പറയേണ്ടത്. അതായത് പണം കൊടുത്തോ അതോ പേടിപ്പിച്ചോ? അത് അവരാണ് പറയേണ്ടത്. ഇത് രണ്ടുമാവാം, രണ്ടിലേതെങ്കിലും ഒന്നാവാം. അങ്ങനെ ആളുകളെ രാഷ്ട്രീയത്തിൽ നിന്ന് കൊണ്ടുവരിക, അതാ ഇപ്പൊ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ അവസാനം ഏറ്റവും ഒടുവിൽ വന്ന വാർത്ത, കെ സുരേന്ദ്രനെ വയനാട് മത്സരിക്കാൻ പറഞ്ഞു. അദ്ദേഹം അതിന് തയ്യാറായില്ല. ഞാൻ പറയട്ടെ, തയ്യാറായില്ല. അവസാനം പറഞ്ഞു, പാർട്ടി കൊടുത്തു ഓഫർ. അതായത് BJPന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് മാറുമ്പോൾ അങ്ങേക്ക് നല്ല സ്ഥാനം തരാം എന്ന് ഓഫർ കൊടുത്തിട്ടാണ് അദ്ദേഹം സ്ഥാനാർത്ഥിയായി നരേന്ദ്രമോദി സുരേന്ദ്രൻ തമ്മിലുള്ള വർത്തമാനം CPM ഓഫീസിൽ വന്നതാണ്. രാഹുൽ ഗാന്ധിയുമായി നേർക്കുനേർ ഏറ്റുമുട്ടാൻ കെ സുരേന്ദ്രൻ തയ്യാറല്ല എന്നും അവസാനം ഈ കാര്യം പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം സമ്മതിച്ചത് എന്ന് ഇന്ന് മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. ശരി, ഞാനൊന്ന് വോട്ടർമാരുടെ പ്രതികരണം എടുത്ത് 2ാം റൗണ്ടിലേക്ക് വരാം. എന്താ സാധ്യത കണ്ണൂരിൽ? LDF ഉറപ്പാണ്. അതെന്താ സാധ്യത? തീർച്ചയായും. എത്ര ഉറപ്പെന്താ? 100% ഉറപ്പാണ്. രാഹുൽ ഗാന്ധിക്കല്ലേ പിന്തുണ വേണ്ടത്? രാഹുൽ ഗാന്ധി സുധാകരൻ മണ്ഡലത്തിൽ ഒരു പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. നിങ്ങൾ ഇവിടുന്ന് MB ജയരാജനെ ജയിപ്പിച്ച് വിട്ടാൽ അവിടെ ആരായിരിക്കും പ്രധാനമന്ത്രിയാവേണ്ടത്? പ്രധാനമന്ത്രിയാണ്. നമ്മൾ നിലപാട് വ്യക്തമാക്കാനാണ് പാർലമെന്റിലേക്ക് പോകുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ശക്തമായ ജനദ്രോഹ നടപടിക്കെതിരെ കേരളത്തിന് പോയ 19 MPമാർ ഒരക്ഷരം പോലും മിണ്ടാൻ നിന്നില്ല. അതിന് പ്രതിരോധിക്കാൻ വേണ്ടി LDFന്റെ സാധ്യതകൾ എന്താണ് ഇവിടെ മണ്ഡലത്തിലെ സാധ്യത? 100% LDFന്റെ സ്ഥാനാർത്ഥി ജയിക്കും. എന്താ അങ്ങനെ പറയാൻ കാര്യം? കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നയം അത് തിരുത്താൻ വേണ്ടിയുള്ള ഒരു അവസരം. UDFന്റെ പ്രതിനിധികൾ ആരെങ്കിലും ഉണ്ടോ? ആര് ജയിക്കാനാ സാധ്യത? എന്താ സാധ്യത? ഇവിടെ പറഞ്ഞോ എന്താ സാധ്യത? പറഞ്ഞോ. എന്ത് നയത്തിന്റെ പേരിലാണ് ഇവിടെ MV ജയരാജൻ ജയിക്കാന്ന് നിങ്ങൾ പറയാ? നമുക്ക് ചോദിക്കാൻ വേണ്ടിട്ട് CPMന്റെ പ്രതിനിധി PP ദിവ്യയോടും BJPയുടെ പ്രതിനിധി വിനോദിനോടും ചോദിക്കാനുണ്ട്. നിങ്ങളിവിടെ പറയണ്ടായി മറ്റേ ഇന്ത്യ മൊത്തം വികസനത്തിന്റെ BJPയുടെ പ്രതിനിധികളാണ്, വികസനത്തിന്റെ പെരുമഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുകയെന്ന് നിങ്ങൾ പറയണ്ടായി. ഇവിടെ ഗ്യാസിന് ഒരു കാലഘട്ടത്തിൽ ഗ്യാസിന് 1200 രൂപ വില വന്നപ്പോ, അതായത് ക്രൂഡ് ഓയിലിന് ബാരലിന് 120 സംതിങ് രൂപ വില, ഡോളർ വന്ന സമയത്ത് 800 ചില രൂപ സബ്സിഡിയും കൊടുത്ത് 410 രൂപയ്ക്ക് ഇവിടെ ഗ്യാസ് കിട്ടിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു 10 കൊല്ലം മുമ്പ്. പെട്രോള് ഇതേ ബാരലിന് ഇതേ വില, ക്രൂഡ് ഓയിലിന് ഇതേ വിലയുള്ള സമയത്ത് 120-നടുത്ത് മേളിൽ വിലയുള്ള സമയത്ത് 75 രൂപയ്ക്ക് ഇവിടെ പെട്രോൾ കിട്ടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തില് ഓരോ തുള്ളി പെട്രോളിന് ഓരോ തുള്ളിക്ക് വില കൂടുമ്പോഴും ഇവിടെയുള്ള അന്നത്തിന്, അതായത് ഓരോ അരിമണിക്കും വില കൂടുന്ന സാഹചര്യമാണുള്ളത്. ആ കാലഘട്ടത്തിൽ നിന്ന് നിങ്ങൾ 50 രൂപയ്ക്ക് ഞങ്ങൾ പെട്രോൾ തരാം, മറ്റേ 200 രൂപയ്ക്ക് ഗ്യാസ് തരാന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അധികാരത്തിൽ വന്നവരാണ്. നിങ്ങളന്ന് മറ്റേ കാളപ്പുറത്ത് കാളവണ്ടികൾ നടന്ന് അതിനൊരു സമരം ചെയ്തവരാണ്. ഗ്യാസ് കുറ്റി തലയിലും വെച്ചു. അതാണ് സ്മൃതി ഇറാനി അടക്കമുള്ള ആളുകൾ ഗ്യാസ് കുറ്റി തലയിൽ വെച്ച് സമരം ചെയ്ത ആളുകളാണ് നിങ്ങൾ. ഇടയ്ക്ക് ഇപ്പോഴും സോഷ്യൽ മീഡിയ വൈറലാകുന്ന ഒരു വീഡിയോ ഉണ്ട്. ശോഭാ സുരേന്ദ്രൻ ചിരിച്ചുകൊണ്ട് ഗ്യാസിന് വില കൂടി, ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരായ വീട്ടമ്മമാര് എങ്ങനെ ജീവിക്കും? ആ ശോഭാ സുരേന്ദ്രൻ ഇപ്പൊ സ്ഥാനാർത്ഥിയാണ് എന്ന് മാത്രമല്ല, ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും മാറ്റി വെച്ചുകൊണ്ട് ഇന്ന് 70 രൂപയ്ക്ക് ക്രൂഡ് ഓയിലിന് ബാരലിന് വില കിട്ടുമ്പോൾ നിങ്ങൾ 110 രൂപയ്ക്ക് 120 രൂപയ്ക്ക് കൊള്ളയാണ് നിങ്ങൾ. ആ കൂടുതൽ തന്നെ നിങ്ങൾ വികസനം ചെയ്തു എന്ന് പറഞ്ഞത് ഈ എനിക്ക് പറയാനുള്ളത് ഈ BJPന്റെ വക്താവ്, ഈ കോൺഗ്രസിന്റെ വക്താവ്, ഇവർ രണ്ടാക്കും ഇപ്പം സുധാകരൻ മത്സരിക്കില്ല എന്ന് പറഞ്ഞു, കെട്ടിപ്പുറത്തി കൊണ്ടുവന്നു. പിന്നെ ഇത് കോൺഗ്രസിന് പോയ സ്ഥാനാർത്ഥിയെ നിർത്തി. ഞങ്ങളുടെ LDF സ്ഥാനാർത്ഥി പറഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ ജില്ലാ സെക്രട്ടറി നമ്മൾ നിർത്തിയിരിക്കുന്നത്. ഏത് കാലത്തും ജയിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഇവിടെ എന്താ സാധ്യത? പറഞ്ഞോ. ഇവിടെ LDF തന്നെയാണ് സാധ്യത. കാരണം MV ജയരാജൻ MLA ആയി മികച്ച MLA പുറത്ത് നടത്തിയ ആളാണ്. എടക്കാട് MLA. പക്ഷേ ഡൽഹിയിൽ നമുക്ക് പിന്തുണ കൊടുക്കേണ്ടത് രാഹുൽ ഗാന്ധിക്കല്ലേ? ഡൽഹിയിൽ ഇന്ത്യ മുന്നണി എന്ന നിലയിൽ അത് മുന്നോട്ട് വരുന്നുണ്ട്. ഇവിടെ കൃത്യമായ നിലപാട് അവിടെ സ്വീകരിക്കും. പക്ഷെ കേരളത്തിൽ നിന്ന് പോകുന്ന കേരളത്തിന് താല്പര്യം കൂടി നോക്കിയിട്ടാണ്. കേരളത്തിന് താല്പര്യം വേണമെങ്കിൽ MV ജയരാജൻ വേണം. തീർച്ചയായും കേരളത്തിന് വേണ്ടി 18 MPമാർ ഇവിടെ ഉണ്ടായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. കേരളത്തിന്റെ ശബ്ദമാവണം MP. കേരളത്തിന്റെ ശബ്ദമായിട്ട് MV ജയരാജൻ അവിടെ വരണം. ശരി. അത് തന്നെയാണ് എന്റെ അഭിപ്രായം. കേരളത്തിന്റെ ശബ്ദം MV ജയരാജൻ തന്നെയാണ്. കണ്ണൂരിന്റെ ശബ്ദം MV ജയരാജനാണ്. ഇതുവരെയായിട്ടും ഈ മണ്ഡലത്തിലല്ല, ഈ പഞ്ചായത്തിലല്ല, ഈ മുനിസിപ്പാലിറ്റി പോലും സുധാകരൻ ഒരു പരിപാടി നടത്തിയിട്ടില്ല. എന്താ വേണ്ടത്? ഇവിടുന്ന് MV ജയരാജൻ പോണോ സുധാകരൻ പോണോ? എന്താ അഭിപ്രായം? MV ജയരാജൻ പോയാൽ ആർക്കും അവിടെ കൈവന്തിക്കുക. അതാണ് ഈ കോൺഗ്രസിനല്ലേ. പിന്നെ എന്തിനാ MV ജയരാജൻ പറയാൻ സാധിക്കുമോ? സത്യം പറഞ്ഞു അന്യോന്യം മത്സരിക്കുന്നു. നിങ്ങൾ രണ്ടാളും ഒരു ഭാഗത്ത് നിൽക്കുക. ശരിക്കും BJPന്റെ സ്ഥാനാർത്ഥി ഇവിടെ ജയിക്കും. നിങ്ങൾ രണ്ടാളും ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ BJPന്റെ സ്ഥാനാർത്ഥി ഇവിടെ മഹാഭൂരിപക്ഷത്തോടുകൂടെ ജയിക്കും. എന്താ സാധ്യത? ഒരു BJP സ്ഥാനാർത്ഥി ജയിക്കട്ടെ.
ജയിക്കണം. ഈ കണ്ണൂര് വികസനം വേണമെങ്കിൽ BJP സ്ഥാനാർത്ഥി ജയിക്കണം. ഓക്കെ. ഇവിടെ എന്താ അഭിപ്രായം പറഞ്ഞോ? എൻ്റെ അഭിപ്രായം ഇതൊരു പാർലമെന്റ് ഇലക്ഷനാണ് നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ വികസനത്തിന്റെ കാഴ്ചപ്പാടായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തിൽ 25% ഫണ്ടാണ് ഇത്രയും കാലമായിട്ട് നമ്മൾ ഈ 19-20 MPമാർ ഉപയോഗിച്ചിട്ടുള്ളത്. അതിന്റെ റിപ്പോർട്ട് കൊടുക്കാതെ കൊണ്ട് അടുത്ത ഫണ്ട് പാസ്സായിട്ടുമില്ല. അപ്പോൾ ഈ കാലഘട്ടത്തിലൂടെ നമ്മൾ മുന്നോട്ട് കടന്നു പോകുമ്പോൾ ഇപ്പം ശരിയുടെ പക്ഷത്തേക്ക് ആൾക്കാർ അഴിമതി ഇല്ലാതെ ആൾക്കാരെ കടന്നു വരുന്നത്. സി രഘുനാഥ് അഴിമതി ഇല്ലാതെ കൊണ്ട് അയാളെ BJP എടുത്തത്. ഇപ്പം പത്മജ തിരിച്ചു വന്നതും പത്മജക്കും നല്ലൊരു ഇമേജ് ഉള്ള നേതാവാ. എങ്ങനെ വെച്ചാൽ ഇതുവരെ അഴിമതിന്റെ പേര് അടങ്ങിയിട്ടില്ല. അതെ, പോസിറ്റീവായി ചിന്തിക്കുന്നവര്. ഏറ്റവും വലിയ ഉദാഹരണം അബ്ദുള്ളക്കുട്ടി ഈ ഇരിക്കൂർ മണ്ഡലത്തിന്റെ നേതാവായിരുന്നു. ഇപ്പം നമ്മളെ കൂടെയാ ഉള്ളത്. ഈ ഇരിക്കൂറിൽ അത്ഭുതക്കുട്ടി എന്ന് പറഞ്ഞാൽ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ പാർട്ടി ഏതാ? ഇലക്ട്രൽ ബോണ്ട് 6,900 കോടി വാങ്ങിയത് ഏത് പാർട്ടിയാ? എല്ലാ പാർട്ടിയിലും ഉണ്ട് പ്രശ്നങ്ങള്. ഈ എല്ലാ പാർട്ടിയിലും ഉണ്ട് പ്രശ്നങ്ങള്. ഓക്കെ. എന്താ ഇവിടുത്തെ നിലപാട്? പറഞ്ഞോ. ചേട്ടാ പറഞ്ഞോ. ചേട്ടാ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ചേട്ടൻ സംസാരിക്കും. ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക്. കണ്ണൂരിന്റെ രാഷ്ട്രീയ മാപിനിയിൽ താപനില ഉയരുകയാണ്. കണ്ണൂരിൽ നിന്നും ശ്രീകണ്ഠാപുരത്തു നിന്നുമാണ് റിപ്പോർട്ടർ കുരുക്ഷേത്രം തത്സമയം പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത്. പി ദിവ്യ, അവസാനത്തെ ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. നിങ്ങൾ കേന്ദ്രത്തിൽ പോയാൽ ഇന്ത്യ മുന്നണിക്കൊപ്പം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നിലയുറപ്പിക്കേണ്ടവരാണ്. അങ്ങനെ എന്താ ആണെങ്കിൽ ഒറിജിനലായ കോൺഗ്രസിനെ വോട്ട് ചെയ്യുന്നതല്ലേ നല്ലത് എന്നുള്ളതാണ് ഇവരുടെ ചോദ്യം. അതിന് മുമ്പൊരു ചോദ്യത്തിന് മറുപടി പറയാനുണ്ട്. അത് BJPയുടെ പ്രതിനിധി ചോദിച്ച ചോദ്യമാണ്. അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിൽ നിന്ന് പരിശുദ്ധാത്മാക്കളെയാണ് BJPക്കാർ കൊണ്ടുപോകുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. 2 പേര് ഞാൻ പറയാം. ഒന്ന് മഹാരാഷ്ട്രയിലെ അവിടുത്തെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള അശോക് ചവാൻ. അദ്ദേഹം ആദർശ് ഭവന പദ്ധതിയിലെ അഴിമതി നേരിട്ടൊരാളാണ്. അദ്ദേഹത്തെ BJPക്കാർ കൊണ്ടുപോയി. രണ്ടാമത്തെ ആള് ബംഗാളിലെ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള സുവേന്ദു അധികാരി. അദ്ദേഹം ഒളിക്യാമറ വിവാദവുമായി ബന്ധപ്പെട്ട് ഒരു അഴിമതിയുമായി ബന്ധപ്പെട്ട് പിന്നീട് BJPയിലേക്ക് പോയിട്ടുള്ള ഒരാളാണ്. അതുപോലെ ഒരുപാട് നേതാക്കന്മാർ അഴിമതി കോൺഗ്രസിനകത്ത് നടത്തി. അവസാനം ഈ അഴിമതി നടത്തിയിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാരെ കൊണ്ടുപോയിട്ട് കുളിപ്പിച്ച് വെളുപ്പിക്കുക എന്ന പരിപാടി മാത്രമാണ് BJP ചെയ്യുന്നത്. അല്ലാതെ ഇതുപോലെ നല്ല ആളുകളെ ഞങ്ങളിങ്ങനെ തെരഞ്ഞെടുക്കുകയാണ് എന്ന അവകാശവാദം വേണ്ട. മറ്റൊന്ന്, ഈ ഒരു അവസരത്തിൽ എനിക്ക് ഇവരോടൊരു നന്ദി പറയണം. കാരണം കെ സുധാകരൻ MP വന്നപ്പോ ഇവിടെ CPM-കാരല്ല കേട്ടോ, UDF-കാര് കെ സുധാകരൻ MPയെ വഴിതടഞ്ഞു, ചോദ്യം ചെയ്തു. അതിൽ പ്രത്യേകം നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം അങ്ങനെ ഒരു ആർജവ് ഉണ്ടായല്ലോ. വീഡിയോ ദൃശ്യമുണ്ട്. UDF-ന്റെ പ്രവർത്തകർ കൊയ്യത്ത് വെച്ച് കെ സുധാകരനെ വഴിതടഞ്ഞു എന്ന് മാത്രമല്ല, അദ്ദേഹം തലകുനിച്ച് വാഹനത്തിൽ നാണക്കോടുകൂടി ഇരിക്കുന്ന ദൃശ്യങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. വേണമെങ്കിൽ ഇവിടെ കാണിച്ചു തരാം. തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിന് എതിർ സ്ഥാനാർത്ഥിക്കെതിരെ വേണ്ട വിധത്തിൽ പ്രചരണം ഏശാതിരിക്കുമ്പോൾ ഇത്തരം വീഡിയോകളൊക്കെ പുറത്തു വരും. ഇവിടെ ആ വീഡിയോ കൃത്യമായിട്ട് ഞാൻ കണ്ടതാണ്. ആ പ്രദേശത്ത് പോയി കാര്യങ്ങൾ അന്വേഷിച്ച ഒരാളാണ് ഞാൻ. അത്തരം ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അവിടെ ആളുകൾ കൂടിയിരുന്നു. ആളുകൾ കൂടി അദ്ദേഹത്തെ ഞാൻ ചോദിക്കട്ടെ, ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു പ്രദേശത്തേക്ക് സ്ഥാനാർത്ഥി പോകുമ്പോൾ അവിടെ ആളുകൾ കൂടുമ്പോൾ എന്തിനാണ് ഇത്ര വിരൽ പിടിക്കുന്നത്? ആ വീഡിയോ എടുത്തിട്ട് ഇത് സുധാകരനെ തടഞ്ഞു എന്ന പേരിലേക്ക് കെ സുധാകരനെ സ്വാഗതം ചെയ്യുകയായിരുന്നു മണ്ഡലം. അതായത് ഒരു കാര്യം, കെ സുധാകരനെ ഞാൻ പറയട്ടെ, കെ സുധാകരനെ UDF-കാർ കൊയ്യത്ത് വെച്ച് സ്വാഗതം ചെയ്തതുപോലെയാണ് കണ്ണൂർ ജില്ലയിലെ മുഴുവൻ UDF-കാരും സ്വാഗതം ചെയ്തതെങ്കിൽ ഈ ഏപ്രിൽ 26-ന് സുധാകരനെ നമുക്ക് കാണാൻ കിട്ടൂല എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാണാൻ കിട്ടൂല. ആ പ്രദേശത്ത് എന്നോടൊപ്പം ദിവ്യ വരാൻ ഇന്നലെ UDF-ന്റെ കൺവെൻഷനിൽ അരുൺ, ഇന്നലെ ഒന്നുമല്ല, ഇനി കെ സുധാകരൻ പോട്ടെ, UDF-ന്റെ കൺവെൻഷൻ നടത്തിയപ്പോ തമ്മിലടിച്ചിട്ട് എണീക്കാൻ പറ്റാതിരിക്കുകയാണ് കുറെ UDF-ന്റെ പ്രവർത്തകര്. അതാണ് ഇവിടുത്തെ അവസ്ഥ. പത്തനംതിട്ടയിൽ കേട്ടു. പിന്നെ ഇവർക്കറിയാം ഇതൊക്കെ അറിയുന്ന ആളുകളാണ്. ഒരു പഞ്ചായത്ത് തലത്തിൽ ഒരു യോഗം നടക്കുമ്പോൾ ആ യോഗത്തിൽ
കേരളത്തിനകത്ത് രണ്ട് പ്രവർത്തകന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ അതാണ് സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തമ്മിലടിച്ചപ്പോൾ എന്താണ് വാസവൻ പറഞ്ഞത്? മന്ത്രി വാസവൻ പറഞ്ഞത് മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. അവിടെ CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തമ്മിലാണ് അവിടെ അടി നടന്നത്. ഇവിടെ ആരുമായിട്ട് അടി നടന്നത്? ഇവിടെ ഒരു അടിയും നടന്നിട്ടില്ല. തമ്മിലടിച്ചോ? ഒരു പഞ്ചായത്ത് കമ്മിറ്റിക്കകത്ത് ആശുപത്രി പോയോ? ആശുപത്രി പോയില്ല. എനിക്കറിയാം. എന്റെ ഒരു സഹപ്രവർത്തക, എന്റെ കൂടെയുള്ള ഒരു ജനപ്രതിനിധി, ആ ജനപ്രതിനിധി ഭർത്താവിനെ തല്ലി അദ്ദേഹത്തിന് ഇന്ന് കാലത്ത് പോലും എഴുന്നേക്കാൻ പറ്റിയില്ല എന്നുള്ളത് ഞാൻ അന്വേഷിച്ചപ്പോ ഇല്ലാത്ത കാര്യമില്ലല്ലോ ഞാൻ പറയുന്നത്. അതായത് ഇവിടെ തമ്മിലടിയാണോ? മറ്റൊന്നും പറയാനില്ലാത്തപ്പോഴ് ഈ രൂപത്തിലാണ് സംസാരിക്കുന്നത്. എന്റെ ഒരു ചോദ്യം, അതെ, സിറ്റിംഗ് MP ആയ കെ സുധാകരനെതിരെ മണ്ഡലത്തിലുടനീളം MP-ക്കെതിരെ ഒരു വിരുദ്ധ വികാരമുണ്ടെന്ന് പറഞ്ഞാൽ താങ്കൾ അംഗീകരിക്കൂ? ഞാൻ അംഗീകരിക്കില്ല. കാരണം അങ്ങനെ ഒരു വിരുദ്ധ വികാരത്തിൽ പ്രസക്തി എന്റെ സംശയമല്ല. കെ സുധാകരൻ കണ്ണൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷം നടപ്പാക്കിയ 2 പദ്ധതികൾ പറയാമോ? അതെ, ഞാൻ കൃത്യമായ പദ്ധതികൾ രണ്ടെണ്ണം കൃത്യമായ പദ്ധതികളുണ്ട്. ഒന്ന് കണ്ണൂർ മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ദുരിതാശ്വാസ ഫണ്ട്, ദേശീയ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് ഞാൻ പറയട്ടെ 4 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. 4 കോടി. പ്രധാനമന്ത്രിയുടെ ഗ്രാമീണ സഡക് യോജന 70 കോടി. 70 കോടി പറയുമ്പോൾ കേരളത്തിലെ മറ്റ് MP-മാരുമായി താരതമ്യം ചെയ്താൽ അദ്ദേഹത്തിനാണ് ഏറ്റവും കൂടുതൽ തുക ആ മേഖലയിൽ 400 കോടിയാണ് ശ്രീമതി ടീച്ചർ 5 വർഷം കൊണ്ട് ഈ കണ്ണൂരിന് നൽകിയത്. അവിടെയാണ് 70 കോടിയുടെ 400 കോടി. അതാണ് കഴിഞ്ഞ തവണത്തെ കോവിഡ് ഉണ്ടായിരുന്നു ഇത്തവണ. പക്ഷെ ആ കണക്കിൽ 400 കോടി PK ശ്രീമതി ടീച്ചറുടെ പേരിലുണ്ടെന്നാ പറയുന്നത്. 400 കോടി അത് അവരുടെ അവകാശവാദമാണ്. അവകാശവാദമൊന്നല്ല, ഈ ശ്രീകണ്ഠാപുരത്തുൾപ്പെടെ യാത്ര ചെയ്യുന്ന റോഡുകൾ ശ്രീമതി ടീച്ചർ നൽകിയത്. 70 കോടി മണ്ഡലത്തിലേക്ക് കൊണ്ടുവന്നു. അത് 2 കോടി ലാപ്സാക്കി. സ്വന്തം ഫണ്ടിൽ നിന്ന് 2 കോടി ലാപ്സാക്കി. കേരളത്തിലെ മുഴുവൻ എംപിമാരുടെയും ചെലവ് കണക്ക് പരിശോധിക്കണം. കേരളത്തിൽ കണ്ണൂർ MP കെ സുധാകരന് അനുവദിച്ച് കിട്ടിയത് 17 കോടി രൂപയാണ്. എന്നാൽ മുൻ MP ആയ ശ്രീമതി ടീച്ചർ ചെലവഴിക്കാതിരുന്ന 1 കോടി 44 ലക്ഷം രൂപ അതും സുധാകരന്റെ കണക്കിൽ വന്നിട്ടുണ്ട്. അതുൾപ്പെടെ ഒറ്റ കാര്യം, അതായത് കണ്ണൂരിലെ ജനങ്ങൾ ഒരു MP-യെ തെരഞ്ഞെടുത്ത് ഇന്ത്യൻ പാർലമെന്റിലേക്ക് അയക്കുന്നത് അവിടെ കേന്ദ്ര സർക്കാർ MP വിഹിതമായി കൊടുക്കുന്ന ചെറിയ ഫണ്ട് ഉപയോഗിച്ച് വികസന പ്രവർത്തനങ്ങൾ നടത്താനല്ല, മറിച്ച് ഒരു MP എന്ന നിലയിൽ ഏതൊക്കെ വകുപ്പുകളിൽ നിന്ന് തന്റെ നാട്ടിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഫണ്ടുകൾ ഓരോ മേഖലയിൽ നിന്ന് കണ്ടെത്തി നൽകണം. ആ കണ്ടെത്തി നൽകാൻ കെ സുധാകരന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അങ്ങനെയാണെങ്കിൽ MP-യുടെ ആവശ്യമില്ല. കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന പണം ചെലവഴിക്കാൻ ഒരു ഉദ്യോഗസ്ഥനെ കണ്ണൂരിൽ നിർത്തിയാ പോരെ. അങ്ങനെയാണെങ്കിൽ MP വേണോ ഞങ്ങൾക്ക്? ഞാൻ പറയാം, ഇവിടെ UP ഭരിക്കുന്നത് NDA ഗവൺമെന്റ്. ഇവിടെ ഇതേപോലെ താരതമ്യം ചെയ്യുമ്പോൾ ആരിഫ് എത്ര കോടി അവിടെ കൊണ്ടുവന്ന് നോക്കണം. NDA ഗവൺമെന്റ് മറ്റ് പാർട്ടികളിലെ MP-മാരോട് കാണിക്കുന്ന സമീപനം ഒന്ന് ചർച്ച ചെയ്യണം. പക്ഷേ എന്റെ നേരിട്ടുള്ള ചോദ്യം നോക്കൂ, കെ സുധാകരൻ പാർലമെന്റിൽ 50% പങ്കെടുത്തിട്ടുള്ളൂ, അറ്റൻഡൻസ് ഉള്ളൂ. ഞാൻ പറയട്ടെ, ഇവിടെ ഇത് പറയുമ്പോൾ തന്നെ കേരളത്തിലെ ഗവൺമെന്റ് കാര്യവും കൂടി ചർച്ച ചെയ്യാനുണ്ട്. ഈ കഴിഞ്ഞ ബജറ്റ് ഒന്ന് നോക്കിയാൽ മതി. ആ ബജറ്റ് ഒന്ന് അവതരിപ്പിച്ചപ്പോൾ ഇവിടെ എല്ലാം പറയുന്ന പിണറായി വിജയന്റെ ഗവൺമെന്റ് ആ ബജറ്റിലൂടെ ധർമ്മടം മണ്ഡലത്തിൽ, അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ 363 കോടി രൂപ അനുവദിച്ചപ്പോൾ തൊട്ടടുത്ത് ഇവിടെ പേരാവൂരിലെ MLA പറഞ്ഞു എനിക്ക് അനുവദിച്ചു കിട്ടിയത് 2 കോടി രൂപ മാത്രമാണ്. കേരളത്തിലെ പക്ഷപാതം കാണിച്ചു. അത് പറഞ്ഞു വരാം. അതിനു മുമ്പ് വിനോദ് കുമാർ നോക്കൂ, ഈ മണ്ഡലത്തിൽ സിറ്റിംഗ് MP എന്ന നിലയിൽ കെ സുധാകരൻ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തു, കേന്ദ്ര പദ്ധതികൾ കൊണ്ടുവന്നു എന്നാണ് അവകാശവാദം. അതുകൊണ്ട് കെ സുധാകരൻ പറഞ്ഞു 70 കോടി വന്നു. ബാക്കി രണ്ടാമത്തെ പ്രോജക്ട് സാധാരണഗതിയിൽ MP ഫണ്ട് ചെലവഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, അതെന്താണ് പറയൂ. 2 കോടി രൂപ കെ സുധാകരൻ ലാപ്സാക്കിയോ? അതാണ് ഞാൻ പറഞ്ഞത്. 17 കോടി രൂപയാണ് അതായത് കോവിഡ് സമയത്തെ കട്ടിങ് കഴിച്ചാൽ 17 കോടി രൂപയാണ് കിട്ടിയത്. 1 കോടി 44 ലക്ഷം രൂപ ശ്രീമതി ടീച്ചർ ചെലവഴിക്കാതെ ബാക്കി വെച്ചതാണ്. അതും കെ സുധാകരന്റെ കണക്കിലേക്കാണ് വരിക. 2 കോടി 40 ഈ പണത്തിന് മൊത്തമായിട്ട് 19.5 കോടി രൂപയുടെ പദ്ധതി 19.5 കോടി നടപ്പിലാക്കിയതാണ്. ഒരു കാര്യം, എനിക്ക് ഈ 19.5 കോടി എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ദയവ് ചെയ്ത് കോൺഗ്രസിന്റെ പ്രതിനിധി ഇത് ജനങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ തുറന്നു പറയരുത്. കാരണം കണ്ണൂരിലെ രാജ്യസഭ MP KK രാഗേഷ്
അദ്ദേഹം കണ്ണൂർ ജില്ലയിലെ നിങ്ങൾ പോയാൽ മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കാണാം. ആ സ്കൂളിൽ മാത്രം ചെലവഴിച്ചത് 36 കോടിയാണ്. അവിടെയാണ് 5 കൊല്ലം കൊണ്ട് 17 കോടിയിൽ 19 കോടി ചെലവഴിച്ചു. അത് CSR ആണ്. അല്ലല്ല, ഒരു കാര്യം CSR പറയട്ടെ. CSR പറയും. കെ സുധാകരൻ കൊണ്ടുവന്ന CSR ഫണ്ട് എത്രയെന്ന് പറയൂ. എത്ര കൊണ്ടുവന്നു? CSR വഴി 1 കോടി രൂപ. ഞാൻ ഓരോന്നായിട്ട് മൊത്തം പറയൂ. എത്ര കോടി രൂപ CSR വഴി കെ സുധാകരൻ കണ്ണൂർ മണ്ഡലത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്? ഇത് നടപ്പാക്കിയ ഒരു സ്കൂളിന്റെ കാര്യമാണ് പറയുന്നത്. അതെ, ഇത് സ്കൂളിന്റെ കാര്യം. ഇതുപോലെ കോവിഡ് സമയത്ത് പല ഘട്ടങ്ങളിലായിട്ട് മരുന്നുമായിട്ട് ബന്ധപ്പെട്ട് ഏത് മരുന്ന് എവിടെ കൊടുത്തു? കോവിഡ് സമയത്ത് മരുന്ന് വാങ്ങി കൊടുത്തു എന്ന് പറഞ്ഞാൽ എവിടെ കൊടുക്കാനാണ്? 1 കോടി രൂപ അതുപോലെ തന്നെ പഠന സൗകര്യമില്ലാത്ത കുട്ടികൾക്ക് 1 കോടിയുടെ പഠനോപകരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. കണ്ണൂരെ വിമാനത്താവളം 10 കോടി താഴെ കണ്ണൂർ വിമാനത്താവളത്തിൽ 10 കോടിയുടെ CSR. ഞാൻ കണക്ക് പറഞ്ഞുതരാം. 10 കോടിയുടെ CSR, 19 കോടിയുടെ MP ഫണ്ട് ശ്രീമതി ടീച്ചറിന്റെ കൂടെ കൂട്ടി മൊത്തം 29 കോടി. 70 കോടി കേന്ദ്ര സർക്കാരിന്റെ ഗ്രാമീണ സഡക് യോജന. ഇത്രയും കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്രയല്ലേ? പഠനോപകരണങ്ങൾ 1 കോടി. അതുപോലെ ഹോസ്പിറ്റലുകൾക്ക് ജീവരക്ഷാപകരണങ്ങൾ നൽകിയത് 1 കോടി രൂപ. സെൻട്രൽ റോഡ് ഫണ്ടിൽ നിന്ന് പ്രത്യേകിച്ച് 26 കോടി രൂപ. അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതിക്ക് 3 കോടി 87 ലക്ഷം രൂപ. ജൽജീവൻ മിഷൻ സെപ്പറേറ്റ് ആണ്. അതുപോലെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ അമൃത് പദ്ധതിയിൽപ്പെടുത്തി 34 കോടി രൂപ. ഇങ്ങനെ ഏകദേശം 182 കോടി രൂപയുടെ വികസന പദ്ധതികൾ കണ്ണൂർ മണ്ഡലത്തിൽ കൊണ്ടുവന്നു എന്നാണ് വിനോദ് കുമാർ. സിറ്റിംഗ് MP എത്ര മോശക്കാരനല്ല. സിറ്റിംഗ് MP കഴിഞ്ഞ 5 വർഷം അദ്ദേഹം ഈ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ടായിരുന്നോ? അദ്ദേഹം KPCC പ്രസിഡന്റ് ആയിരുന്നു. കേരളം മുഴുവൻ സഞ്ചരിച്ചു. KPCC പ്രസിഡന്റ് ആണെങ്കിലും അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ പ്രതിദാനം ചെയ്ത കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിന്റെ പ്രതിനിധിയാണ്. കളക്ടർ വിളിച്ചു ചേർക്കുന്ന പല യോഗങ്ങളിലും MP പങ്കെടുക്കാറില്ല. റെയിൽവേ അതോറിറ്റി വിളിച്ചു ചേർക്കുന്ന പല യോഗങ്ങളിലും MP പങ്കെടുക്കാറില്ല. ഒരു കാര്യം ഞാൻ അരുൺകുമാർ മാത്രമല്ല ഈ കേൾക്കുന്ന എല്ലാവരും അറിയാൻ ഒരു കാര്യം കൂടി ഞാൻ പറയാം. അതായത് 21-ാം തീയതി മാർച്ച് 21-ന് വിവരാവകാശ രേഖ പ്രകാരം കിട്ടിയ കണക്ക് ഞാൻ കൃത്യമായി പറയാം. കണ്ണൂർ MP കഴിഞ്ഞ 5 വർഷം 2019 മുതൽ 2024 വരെ ചെലവഴിച്ച തുകയുടെ വിവരാവകാശ രേഖ എടുത്തപ്പോ അദ്ദേഹം 339 പദ്ധതികൾക്ക് അദ്ദേഹം ഭരണാനുമതി നൽകിയിട്ടുണ്ട്. അതില് ചെലവാക്കിയ തുക 15.43 കോടി രൂപ അതിന് വകയിരുത്തിയതാണ്. ചെലവാക്കിയ തുക എന്ന് പറയുന്നത് വെറും 5.2 കോടി രൂപയാണ്. അതായത് 118 അതായത് കണക്ക് തെറ്റാണ് എന്ന് പറയുന്ന മോഹൻ ഞാൻ ആ വിവരാവകാശ പ്രകാരം ലെറ്റർ നമ്പർ ഞാൻ പറഞ്ഞു. അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കിട്ടിയതല്ലേ 15 കോടി. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കിട്ടിയതാണ്. അല്ല, അതായത് 5 കോടി മാത്രം ചെലവാക്കിയിട്ടുള്ളൂ. യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോഴേ അത് എക്സ്പെൻഡിച്ചർ കാറ്റഗറി വരത്തുള്ളൂ. അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കിട്ടിയ 15 കോടി എന്ന് പറഞ്ഞാൽ സാങ്ഷൻ കിട്ടിയിട്ടും ചെലവാക്കിയത് 5.2 കോടി മാത്രമാണ്. ശരി, അപ്പൊ ഈ കണക്കുകൾ വെച്ച് ഒറ്റ കാര്യമുള്ളൂ. സിറ്റിംഗ് എംപിക്കെതിരെ ഒരു വിരുദ്ധ വികാരം മണ്ഡലത്തിൽ ഇല്ല എന്നാണ് കോൺഗ്രസിന്റെ വാദം. അല്ല, അത് ഉറക്കുന്നടിച്ച് പറയുന്നതാണ്. സിറ്റിംഗ് എംപിക്കെതിരെ CPM-കാരല്ല പറയുന്നത്. നിങ്ങൾ നോക്കൂ, MP സ്ഥാനാർത്ഥിയായിട്ട് കെ സുധാകരൻ കണ്ണൂർ മണ്ഡലത്തിൽ ഇറങ്ങുമ്പോ മുസ്ലിം ലീഗിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പോലും ആ പരിപാടി ബഹിഷ്കരിച്ച് അവിടെ പങ്കെടുത്തില്ല. അദ്ദേഹം പങ്കെടുത്തില്ല. മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ പങ്കെടുത്തില്ല. കെ സുധാകരൻ മണ്ഡലത്തിൽ വന്നപ്പോൾ മുസ്ലിം ലീഗിന്റെ ഉത്തരവാദപ്പെട്ട ഉത്തരവാദപ്പെട്ടില്ല. ഞാൻ ജില്ലാ സെക്രട്ടറി എല്ലാ പരിപാടിയും പങ്കെടുത്തിട്ടുണ്ട്. കണ്ണൂർ പങ്കെടുത്തിട്ടുണ്ട്. അരുൺജി, ഞാൻ പറഞ്ഞത് അതല്ല. കെ സുധാകരൻ നമ്മൾ സ്ഥാനാർത്ഥി ആദ്യമായിട്ട് മണ്ഡലത്തിൽ ഇറങ്ങുമ്പോ അവിടെ മുസ്ലിം ലീഗിന്റെ ജില്ലാ സെക്രട്ടറി ഉണ്ടായിരുന്നില്ല എന്ന് മാത്രല്ല, ഈ ഫണ്ടിന്റെ കാര്യം മാത്രല്ല, കണ്ണൂരിൽ ഒരു എയർപോർട്ട് ഉണ്ട്. പോയിന്റ് ഓഫ് കോൾ പദവി വേണം. നമ്മുടെ രാജ്യസഭാ MP വി ശിവദാസൻ 4 തവണയാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. ഒരു തവണ പോലും ഈ പാർലമെന്റിനകത്ത് കണ്ണൂർ എയർപോർട്ടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് കണ്ണൂരിന്റെ MP ശബ്ദിച്ചിട്ടുണ്ടോ? കോൺഗ്രസ്സുകാർ പറയും. കണ്ണൂരിന്റെ വികസനത്തിന് വേണ്ടി പാർലമെന്റിൽ ഏറ്റവും കുറച്ച് ശബ്ദം ഉയർത്തിയത് കെ സുധാകരനല്ലേ? ഞാൻ പറയാം. അതായത് ഇവിടെ ഇപ്പോഴ് കെ സുധാകരൻ മത്സരിക്കുന്നു,
കെ സുധാകരനെതിരെ പറയുന്നു. നമ്മുടെ തൃശ്ശൂർ MP ശ്രീ പ്രതാപൻ, ആ പ്രതാപൻ ആദ്യം സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചു. ആ സ്ഥാനാർത്ഥിക്കെതിരെ അദ്ദേഹം വികസന പ്രവർത്തനം നടത്തിയിട്ടില്ല എന്ന രൂപത്തിലെ പ്രചരണം നടന്നു. ഒടുവിൽ അദ്ദേഹത്തെ നിങ്ങൾ മാറ്റി അവിടെ മുരളീധരൻ വന്നു. അപ്പോൾ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു നേതാവ് പറഞ്ഞു, തൃശ്ശൂരിന്റെ വികസനത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ശബ്ദമുയർത്തിയ പ്രതാപനെ മാറ്റിയിരിക്കുന്നു എന്ന്. ഇതാണ് CPM-ന്റെ സുധാകരനെ മാറ്റിയാൽ സുധാകരൻ നല്ലതാണെന്ന് പറയും. സുധാകരനാണ് സ്ഥാനാർത്ഥിയെങ്കിൽ സുധാകരൻ മോശം. കണ്ണൂർ മണ്ഡലത്തിന് വേണ്ടി ചോദ്യങ്ങൾ ചോദിച്ച് ഇടപെട്ടിട്ടുണ്ടോ കെ സുധാകരൻ? കൃത്യമായി പാർലമെന്റിൽ എത്ര ചോദ്യങ്ങൾ? നിങ്ങൾ 50% ഉള്ളൂ. ഒരു MP എന്നുള്ള നിലയിൽ അദ്ദേഹം നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹം കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട് എന്നാണ്. വിനോദേ, അങ്ങനെ നിർവഹിച്ചിട്ടുണ്ടോ? അതായത് ഒരു എന്തിനു വേണ്ടിയാ പാർലമെന്റിലേക്ക് അയക്കുന്നത്? ഒരു പാർലമെന്റ് യോഗത്തിൽ പോലും കൃത്യമായി പങ്കെടുക്കാൻ പറ്റാത്ത ജനപ്രതിനിധി 9ാം ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് 10ാം ക്ലാസ്സിലേക്ക് പോകണമെങ്കിൽ 80% അറ്റൻഡൻസ് വേണം. 50% മാത്രമാണ് ഈ കെ സുധാകരന്റെ അറ്റൻഡൻസ്. അത് മാത്രമല്ല, ഒരു കാര്യം കൂടി, അത് മാത്രമല്ല, ഈ പാർലമെന്റിനെ കുറിച്ച് വ്യക്തമാക്കണം. കോൺഗ്രസിന്റെ അവസ്ഥ അതായത് ഇവർക്ക് ഒരു ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷം എന്നുള്ള നിലയിൽ പോലും കഴിഞ്ഞ 5 വർഷം പാർലമെന്റിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. എന്താ ഇവരുടെ പ്രതിപക്ഷം പ്രവർത്തിക്കണമെങ്കിൽ മിനിമം അവരുടെ ഫണ്ടെങ്കിലും അവരുടെ ബാങ്കിൽ ഇട്ടേക്കണ്ടേ? നിങ്ങൾ ആ ബാങ്കിലെ ഫണ്ട് മുഴുവൻ അടിച്ചുകൊണ്ട് പോയില്ലേ വിനോദ് കുമാർ? ഇവിടെ ഒരു ടിക്കറ്റ് എടുക്കാൻ പോലും പൈസ ഇല്ല കോൺഗ്രസിന്റെ ഫണ്ട് കോൺഗ്രസ്സുകാർ തന്നെ അടിച്ചു മാറ്റിയ. നരേന്ദ്രമോദിയുടെ അറ്റൻഡൻസ് എത്രയുണ്ട്? പക്ഷേ 80% ഉണ്ട്. വാരണാസിയിൽ എത്തിയിട്ടുണ്ടെന്നുള്ള ചോദ്യം. ഒരു തവണ മാത്രമാണ് കെ സുധാകരൻ നിയമനിർമ്മാണ ചർച്ചയിൽ പങ്കെടുത്തത്. ഒറ്റ ബഡ്ജറ്റ് ചർച്ചയിൽ അദ്ദേഹം വായ തുറന്നിട്ടില്ല. മാത്രം ശൂന്യവേള ചർച്ചയിൽ അദ്ദേഹം 8 പ്രാവശ്യം മാത്രമേ വായ തുറന്നിട്ടുള്ളൂ. പിന്നെ അദ്ദേഹം ചട്ടം 377 പ്രകാരം 9 തവണ ചോദ്യം ചോദിച്ചു ഈ 5 വർഷത്തിനിടയിൽ. എന്ന് പറഞ്ഞാൽ കെ സുധാകരൻ പാർലമെന്റിൽ പോയിട്ട് 18 തവണ മാത്രമാണ് അദ്ദേഹം വായ തുറന്നത്. മറ്റു വായ തുറന്നിട്ടുണ്ടെങ്കിൽ കോട്ട് വായിടാനോ മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി വായ തുറന്നതല്ലാതെ അദ്ദേഹം ഒരു മികച്ച പാർലമെന്റേറിയനാണോ എന്നൊരു ചോദ്യമാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ പാർലമെന്റിനെ എങ്ങനെയാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത് കൃത്യമായിട്ട്. ഇതിപ്പോഴ് തെരഞ്ഞെടുപ്പ് സമയത്ത് ആരോപണം ഉന്നയിക്കുന്നു. അവിടെ എന്താണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് നടന്നത്? ആ നടന്നതിനകത്ത് ഓരോ ആളുകളെയും സസ്പെൻഡ് ചെയ്ത് പുറത്തെടുക്കുന്നു. ഒരു വിഷയത്തിൽ മുന്നേ. പക്ഷെ അങ്ങനെയാണെങ്കിൽ അത് സുധാകരന്റെ കാര്യത്തിൽ മാത്രമല്ല, 82, 90, 92 ഉണ്ട്. പ്രേമചന്ദ്രന് 90 പുറത്ത് അറ്റൻഡൻസ്. അവ സസ്പെൻഷൻ ആണെങ്കിൽ ഇദ്ദേഹം മാത്രമല്ലല്ലോ. ഞാൻ പറയട്ടെ, അതിനകത്താണ് പറയുന്നത് കെ സുധാകരൻ മറ്റു പല ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. ആ ഉത്തരവാദിത്തം നിറവേറ്റിയതാണ്. അതാണ് മറ്റു പല ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. കെ സുധാകരനെ സംബന്ധിച്ച് ഒരു ഉത്തരവാദിത്വവും നിർവഹിക്കാൻ പറ്റാത്ത വിധത്തിൽ അദ്ദേഹം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, അദ്ദേഹം നിങ്ങൾ നോക്കൂ, കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ വളരെ മോശമായ രീതിയിൽ അദ്ദേഹം വാ തുറന്നപ്പോൾ ഉണ്ടായിട്ടുള്ള അധിക്ഷേപങ്ങൾ എന്തിനു പറയുന്നു? പ്രതിപക്ഷ നേതാവിന്റെ കൂടെ ഒരു പത്രസമ്മേളനം നടത്താനുള്ള അന്തസ്സെങ്കിലും മര്യാദകൾ അന്തസ്സെങ്കിലും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? എന്തിനേറെ പറയുന്നു, നേരത്തെ അതായത് പാർലമെന്റിനകത്ത് അദ്ദേഹം വാ തുറന്നില്ല എന്ന് പറഞ്ഞു. അതേ സമീപനം കേരള രാഷ്ട്രീയത്തിലും അദ്ദേഹം സ്വീകരിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ഭാവിക്കും നല്ലത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഇവിടെ ഇപ്പൊ ഈ ചർച്ച ഒരേ തൂവൽ പക്ഷികളായി ഇവർ രണ്ടുപേരും ഇവിടെ നിൽക്കുന്നുണ്ട്. കാരണം ഇതാണ് തൂവൽ പക്ഷിയുടെ കാര്യം ഞാനിപ്പോ പറയാം. തൂവൽ പക്ഷിയുടെ കാര്യം ഞാൻ പറയാം. ഇടവേളയ്ക്ക് ശേഷം ഒരു ചെറിയ ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം കണ്ണൂർ മണ്ഡലത്തിലെ വോട്ടർമാർ പ്രതികരിക്കുന്നത് കൂടി പ്രേക്ഷകർക്ക് കാണാം. കെ സുധാകരനെ കണ്ണൂർ മണ്ഡലം എങ്ങനെ വിലയിരുത്തുന്നു എന്ന് നമുക്ക് നോക്കാം. ഒരു കനൽ കൊടുത്താൽ തീ പിടിക്കുന്ന രീതിയിലാണ് പലതുകൊണ്ടും ശ്രീകണ്ഠാപുരത്തെ ഈ സായാഹ്നം. രാഷ്ട്രീയം കൊണ്ട് പ്രത്യേകിച്ചും വലിയ ചൂട് പിടിക്കുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടാണ് ശ്രീകണ്ഠാപുരത്തു നിന്നും തത്സമയം റിപ്പോർട്ടർ കുരുക്ഷേത്രം പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. വോട്ടർമാരുടെ പ്രതികരണങ്ങൾ കൂടി. ആര് ജയിക്കണം? എന്തുകൊണ്ട്? സുധാകരൻ ജയിക്കണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ രാജ്യത്ത് മതേതര ശക്തിയായി നിലനിൽക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഐക്യ മുന്നണിക്കും മാത്രമേ സാധിക്കുകയുള്ളൂ.
അതൊന്ന്. രണ്ട്, CPM-ന്റെ പ്രതിനിധിയോട് ഒരു ചോദ്യമുണ്ട്. ഇത് മലയോര കുടിയേറ്റ ജനതയുടെ മണ്ണാണ് ശ്രീകണ്ഠാപുരം. ഒരു മലയോര മേഖലയാണ് ശ്രീകണ്ഠാപുരം. ഇവിടെ 4 അധികം കർഷക ആത്മഹത്യകൾ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് നടന്നു. 4 പേരും മരിച്ചത് സർക്കാരിന്റെ ഗുരുതരമായ വീഴ്ച കൊണ്ടും ഫെൻസിങ് പോലും ഇല്ലാത്ത രീതിയിലുള്ള ശല്യം കൊണ്ട്, വന്യമൃഗ ശല്യം കൊണ്ടാണ്. നമ്മുടെ തൊട്ടടുത്ത് വരെ പട്ടണങ്ങളിൽ വരെ കാട്ടാനയും അല്ലെങ്കിൽ വന്യമൃഗങ്ങളും ഇറങ്ങുന്ന കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. ഇത് ചർച്ച ചെയ്യാതെ ഈ മണ്ണിൽ നിന്നും കടന്നു പോകാൻ സാധിക്കില്ല. അവിടെ CPM അല്ലെങ്കിൽ ഇടത് സർക്കാർ നേതൃത്വം നൽകുന്നതിനോട് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ചോദിക്കാറുണ്ട്. BJP-യുടെ പ്രതിനിധിയോടാണ് ഒന്നാമത്തെ കാര്യം ചോദിക്കാനുള്ളത്. ഒന്ന്, കെ സുധാകരന്റെ അറ്റൻഡൻസും നിങ്ങൾ പരിശോധിക്കുമ്പോൾ നിങ്ങളുടെ പ്രധാനമന്ത്രിയുടെ അറ്റൻഡൻസ് പരിശോധിക്കാൻ തയ്യാറാവണം. ഉലകം ചുറ്റുന്ന വാലിബനായി 10 വർഷക്കാലം ഇന്ത്യയുടെ നരേന്ദ്രമോദി പോയപ്പോ ഈ രാജ്യത്ത് എന്ത് വികസനമാണ് പുറത്തുനിന്നും കൊണ്ടുവരാൻ സാധിച്ചത്? ഇന്ത്യയിൽ കോൺഗ്രസ് ഭരിച്ചപ്പോൾ ഉണ്ടാക്കിയ വികസനമല്ലാതെ മറ്റൊരു നേട്ടവും പുതുതായി കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ഒന്ന്, ഇടതുപക്ഷത്തോട് ഇവിടെ ദേശീയ തലത്തിലുള്ള ചർച്ചകൾ നടക്കുമ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിലെ ചർച്ചകൾ കൂടി നടത്തേണ്ടതുണ്ട്. പ്രയാസം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരിതകാലത്താണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പെൻഷൻ കൊടുക്കാൻ പോലും കേരളത്തിലെ സർക്കാരിന് സാധിക്കുന്നില്ല. അരിക്ക് തീപിടിച്ച വിലയാണ്. എല്ലാ സാമൂഹിക പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതൊന്ന് കിട്ടിയില്ലേ മുഴുവനായിട്ട്? കെ റൈസ് എന്ത് കെ റൈസ് കിട്ടത്? ഇവിടെ ആളുകൾ എത്ര വില എത്ര കിലോയാണ് കൊടുക്കാൻ വേണ്ടി പറ്റിയത്? ഇവിടെ കേരളത്തിലെ ഭരണം അമ്പെ പരാജയമായപ്പോൾ അവിടെ കേന്ദ്രം മാത്രം ചർച്ച ചെയ്യാമെന്ന് ഇടതുപക്ഷ പ്രതിനിധി ചിത്രീകരിക്കാൻ വിലയിരുത്തൽ കൂടിയാവും. എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, കഴിഞ്ഞ 5 വർഷക്കാലം കണ്ണൂർ ജില്ലയെ സംബന്ധിച്ച്, കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ച് നഷ്ടപ്പെട്ടു പോയ 5 വർഷമാണ്. ആ നഷ്ടപ്പെട്ടു പോയ 5 വർഷം തിരിച്ചു പിടിക്കാൻ നമ്മുടെ MP ജയരാജനോട് മാത്രമേ സാധിക്കൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കറിയാം ഇവിടെ കെ സുധാകരൻ എന്ന് പറയുന്ന ഇവിടെ മത്സരിക്കുന്ന UDF-ന്റെ സ്ഥാനാർത്ഥിക്ക് മര്യാദയ്ക്ക് ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ വേണ്ടി പറ്റുമോ? ആരോഗ്യം അനുവദിക്കുന്നില്ല. ചെയ്യുമ്പോൾ നമ്മളെല്ലാം വോട്ടവകാശം രേഖപ്പെടുത്തുന്നത് ഈ മണ്ഡലത്തിന്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി ഓടിച്ചാടി നടക്കേണ്ട ആളാണ് അതുകൊണ്ട് ഈ കഴിഞ്ഞ 5 വർഷം നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഈ കണ്ണൂരിന്റെ വികസനം തിരിച്ചു പിടിക്കാൻ ഇടതുപക്ഷത്തിന്റെ MP ജയരാജനോട് മാത്രമേ സാധിക്കൂ. എന്താ പറഞ്ഞോ? എനിക്ക് കോൺഗ്രസിന്റെ പ്രതിനിധിയോട് ചോദിക്കാനുള്ളത്, RSSന്റെ ശാഖക്ക് കാവൽ നിന്ന സുധാകരനാണോ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വന്നിട്ടുള്ളത്? രണ്ടാമത്, ഏതൊരാളെ സീറ്റില്ലാതെയും ഞാൻ BJP-യിലേക്ക് പോകണം തോന്നിയാൽ പോകും. ഈ നാട്ടിലുള്ള ആളുകൾ ചിന്തിക്കേണ്ടതാണ്. ഇതിന് 5 വർഷക്കാലം നമുക്ക് നഷ്ടപ്പെട്ടത് ഈ MP ജയരാജനിലൂടെ ഈ കണ്ണൂർ പാർലമെന്റിന്റെ ജനങ്ങൾക്ക് വികസന കാര്യത്തിൽ, ക്ഷേമകാര്യങ്ങളിൽ എല്ലാം MP ജയരാജനിലൂടെ നേടിയെടുക്കാൻ സാധിക്കണം. അത് MP ജയരാജൻ വിജയിക്കും, തർക്കമില്ല. രണ്ടാമത്തെ കാര്യം, വികസനത്തിൽ കേരളത്തിനകത്തെ ഗവൺമെന്റ് യാതൊരു പക്ഷപാതവും കാണിക്കാറില്ല. പെൻഷന്റെ കാര്യത്തിലാണോ? ആർക്കും കൊടുത്തിട്ടില്ല. ഇല്ലല്ലുണ്ട്. പറയാ 7 മാസം 5 മാസം ഒരു പക്ഷപാതവും ഇല്ല. 1600 രൂപയുണ്ടായിരുന്ന പെൻഷൻ 1600 പേർക്ക് 1600 രൂപ 64 ലക്ഷം പേർക്കാണ് കൊടുക്കുന്നത്. 34 ലക്ഷം പേർക്ക് കുടിശ്ശികയായി. അത് കുടിശ്ശിക കേന്ദ്ര ഗവൺമെന്റ്, സിവിൽ സപ്ലൈസ് സാധനമില്ല. കേന്ദ്ര ഗവൺമെന്റ് 57,400 കോടി രൂപ തടഞ്ഞു വെച്ചിരിക്കുന്നു. സുപ്രീം കോടതി പറഞ്ഞു ഇത് സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ട് 14,000 കോടി സുപ്രീം കോടതി വികസനത്തിൽ വികസനത്തിനകത്ത് ഒരു പക്ഷപാതമില്ല. ഈ നിൽക്കുന്നത് 5 കോടി സംസ്ഥാന ഗവൺമെന്റ് ഫണ്ടാണ്. നഗരസഭ ഭരിക്കുന്നത് UDF ആണ്. 62 കോടിയാ കണിയാറുവൽ ശ്രീകണ്ഠാപുരം ഉളിക്കൽ റോഡ്. 47 കോടിയാണ് നെടിയേക ശ്രീകണ്ഠപുരം. കേന്ദ്രം കേരളത്തോട് ചെയ്യുന്നത് കേരളം ശ്രീകണ്ഠാപുരത്തോട് ചെയ്യുന്നില്ല. ശരി പറഞ്ഞോ എന്താ പറഞ്ഞോ? മറുപടി കഴിഞ്ഞ കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി CPM-ന്റെ പ്രതിനിധി ശ്രീമതി ദിവ്യയും അതുപോലെ തന്നെ BJP പ്രതിനിധിയും അനാവശ്യമായി സുധാകരനെ വ്യക്തിഹത്യ ചെയ്യുകയാണ്. നമ്മളൊന്ന് ആലോചിക്കേണ്ടത്, ശ്രീമതി ദിവ്യ പറഞ്ഞു മൈക്കില്ല പറഞ്ഞോ ചേട്ടൻ പറഞ്ഞോ. ശ്രീമതി ദിവ്യ പറഞ്ഞു കോൺഗ്രസിൽ നിന്ന് കുത്തൊഴുക്കാണ് BJP-യിലേക്കാണെന്ന്. 35 വർഷം 3.5 പതിറ്റാണ്ട് കാലം ഭരിച്ച CPM ഭരിച്ച പശ്ചിമ ബംഗാളിൽ ഇന്ന് അവരുടെ വോട്ട് ഷെയർ എത്രയാണ്?
അതുപോലെ തന്നെ ത്രിപുരയിൽ ആജീവനാന്തകാലം വെച്ച ത്രിപുരയിൽ ഇന്ന് നിങ്ങളുടെ വോട്ട് ഷെയർ എത്രയാണ്? അതുപോലെ തന്നെ പശ്ചിമ ബംഗാളില് ഗഗൻ മുർഗു എന്ന് പറയുന്ന ഒരു എം എൽ എ CPM-ന്റെ MLA സ്ഥാനം രാജിവെക്കാതെയാണ് BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ട് പാർലമെന്റിലേക്ക് മത്സരിച്ചത്. അതുപോലെ തന്നെ നമുക്കറിയാം പക്ഷേ അപ്പോഴും ഈ CPM ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ, ശാഖയ്ക്ക് കാവൽ നിന്ന KPCC പ്രസിഡന്റിനെ എങ്ങനെ വിശ്വസിക്കുമെന്നാണ് ചോദ്യം. UDF-നെ സംബന്ധിച്ച് ശാഖയ്ക്ക് കാവൽ നിന്നല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് CPM-ന്റെ നരനായാട്ടിനെതിരെ കണ്ണൂർ ജില്ലയിൽ എന്റെ ഇടത്തും വലത്തും എന്ന 50-100 കണക്കിന് ആൾക്കാരെ വെട്ടിക്കൊന്ന CPM എന്ന പാർട്ടി ഇവിടെ എല്ലാ പാർട്ടിക്കാരെയും ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന ഈ രാഷ്ട്രീയത്തിനെതിരെ എല്ലാവർക്കും ഞങ്ങൾ പ്രതിരോധം തീർക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞോ. സുധാകരൻ കണ്ണൂരിൽ വിജയിക്കും, 100-101% വിജയിക്കും. നിലാമുറ്റത്ത് വന്നിട്ട് പച്ചത്തെറിയാണ് വിളിച്ചത്. വീടില്ല നിങ്ങൾ നോക്കിക്കോ, വീട് പച്ചത്തെറി. മതസമ്മേളനത്തെ വന്നിട്ട് പച്ചത്തെറി വിളിക്കുന്നതാണ് ജയരാജൻ. ആ ജയരാജൻ എങ്ങനെ നാട് ഭരിക്കും? അതാണ് ചോദ്യം. ഒറ്റ പ്രതിനിധി എനിക്ക് അതിനുശേഷം അതിഥികളിലേക്ക് ഈ BJP-യുടെ നേതൃത്വത്തിൽ കോൺഗ്രസ്സുകാരാണ് BJP-ക്ക് വേണ്ടി ഫണ്ട് കൊടുക്കുന്നത്. ഇന്നിപ്പം റോബർട്ട് വധേരയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് BJP പ്രവർത്തിക്കുന്നത്. സോണിയാഗാന്ധിയുടെ കുടുംബത്തിലെ ഫണ്ട് BJP-ക്ക് കൊടുക്കുക. ഇവിടുന്ന് BJP കോൺഗ്രസ്സുകാർ പറയുന്നത് കേസുധാരൻ RSS-ന്റെ ശാഖക്ക് കാവൽ നിന്നത് ആരെ സംരക്ഷിക്കാൻ? CPM-നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, CPM-നെ എതിർക്കാൻ വേണ്ടിയിട്ട്. ഇത്ര നെറിയേട് പറയുന്നത് സുഹൃത്തുക്കളെ. ശരി. ഒരു പ്രതികരണം കൂടി. ഇവിടെ ഒരാൾ കൈവക്കിയല്ലോ ചേട്ടാ, എന്താ പറഞ്ഞോ? ആര് ജയിക്കും? കേരളത്തിലെ 18 UDF-ന്റെ MP-മാർ കേരളത്തിന് വേണ്ടി പ്രത്യേകിച്ച് കൊറോണ സമയത്തും വെള്ളപ്പൊക്കം സമയത്തും എന്തെങ്കിലും ഒരു ചോദ്യം പാർലമെന്റ് അവതരിപ്പിച്ചില്ല, ഒന്നും പറഞ്ഞില്ല. ഇങ്ങനത്തെ ഒരു MP സുധാകരനടക്കം, സുധാകരൻ കണ്ണൂരായിട്ട് ഒരു ബന്ധമില്ല. MP എന്ന KPCC പ്രസിഡന്റാണ്. MP എന്ന നിലയിൽ കിടക്കാനാണ് സുധാകരൻ പോകുന്നത് പാർലമെന്റിൽ. അപ്പൊ ഇങ്ങനത്തെ ഒരു വിഡ്ഢിവേഷം കിടന്ന MP ആകെ ഭയങ്കര അസ്തുമിത്വമായി. അയാൾ 100% തോൽപ്പിക്കണം. പെൻഷൻ കിട്ടും. കിട്ടിയില്ലല്ലോ. കിട്ടും. 5 സ്വാഭാവികം. ഉമ്മൻചാണ്ടി വരിക്കും 18 മാസം കൊടുക്കാണ്ടിരുന്നു. 18 മാസം ഉമ്മൻചാണ്ടി ഈ പെൻഷൻ കൊണ്ടുവന്നത് LDF ആണ്. പെൻഷൻ പൈസ കൂട്ടിയത് LDF ആണ്. അത് മറന്നുപോയാ? 5 മാസം ഇങ്ങനെ കേരളത്തിൽ കഷ്ടപ്പെടുമ്പം ഈ കേന്ദ്ര ഗവൺമെന്റും UDF-ന്റെ MP-മാരും ഈ കേരളത്തിന് വേണ്ടിട്ട് എന്തെങ്കിലും മുണ്ടിട്ടില്ല. അല്ല, പെൻഷന്റെ കാര്യം പറയുമ്പോൾ നാടിന്റെ പ്രശ്നങ്ങളോട് പറയണം. ഒന്നാമത്തെ കാര്യം, പെൻഷൻ ഇത്രയും കാലം ഉയർത്തി, ഇത്രയും പൈസ ഉയർത്തി. പക്ഷേ കേരളത്തിന് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടായ സമയത്ത്, സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത്, ആ സമയത്ത് ഇത്രയും വലിയ പ്രതിഷേധങ്ങൾ നടത്തുമ്പോൾ മുഖ്യമന്ത്രി അടക്കം ഡൽഹി പോയി സംസാരിച്ചപ്പോൾ ആ സമയത്ത് മിണ്ടാതെ മുഖ്യമന്ത്രി വിളിച്ചു, നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. പക്ഷെ മിണ്ടാതെ മാറിയുന്നവരാണ് കോൺഗ്രസ് MLA-മാര്. അത് മാത്രമല്ല, അതിനുശേഷം ഒരു നാട്ടിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരുമിച്ച് നിൽക്കണം. ഇപ്പൊ സുനാമി 2004 സുനാമി അടിച്ചു. 2004 സുനാമി കേരളത്തിനെ ഒത്തടിച്ചപ്പോൾ കേരളത്തിലെ ഒരു മന്ത്രിക്കെതിരെ കേരളത്തിലെ DYFI നടക്കുന്ന സമരം നടത്തുക. ആ സമയത്ത് പ്രതിപക്ഷ കേരളത്തിലെ VS അച്യുതാനന്ദൻ പറഞ്ഞു എല്ലാ സമരങ്ങളും നിർത്തിവെക്കുക. പിണറായി വിജയൻ പറഞ്ഞു, എല്ലാ പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ പറഞ്ഞു എല്ലാ പ്രതിഷേധങ്ങളും നിർത്തിവെക്കുക. DYFI രംഗത്തിറങ്ങി, അതുപോലെ കേരളത്തിലെ പാർട്ടിയുടെ രംഗത്തിറങ്ങി. കാരണം എന്താ? നാടിന് പ്രശ്നം ഉണ്ടാകുമ്പോൾ, നാട്ടിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയം മാറ്റിവെച്ച് നമ്മൾ മുന്നിട്ടിറങ്ങണം. പക്ഷെ എന്താ ചെയ്ത്? നാട്ടിലൂടെ സാമ്പത്തികമായി കേരളത്തെ അടിച്ചമർത്തുമ്പോൾ, കേരളത്തെ ഞെരിക്കുമ്പോൾ അതിന് ഗ്ലൂക്കോസ് വെള്ളം കലക്കി കൊടുക്കുന്ന പരിപാടിയാണ് കേരളത്തിൽ ഇവിടെ MP-മാർ തെരഞ്ഞെടുത്തത്. കേരള നവകേരള സദസ്സിലെ ശ്രീണ മുനിസിപ്പാലിറ്റി പിന്നെ 7ാം വാർഡിലെ കുടിവെള്ള പദ്ധതിക്ക് 15 പ്രശ്നം തീർന്നിട്ടില്ല. ഞാൻ പറഞ്ഞു ഇവിടെ ഞാൻ പറയാം. ചോദ്യങ്ങൾക്കുള്ള മറുപടി, ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇവിടെ ഒരു കാര്യം ഉന്നയിച്ചത് കർഷകരുടെ ആത്മഹത്യയാണ്. ഇതൊരു മലയോര ഗ്രാമമാണ്, കർഷകർ ഭൂരിപക്ഷമുണ്ട്, വന്യജീവി അക്രമമുണ്ട്. ഒറ്റ കാര്യം, കഴിഞ്ഞ 20 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ കർഷകർ ആത്മഹത്യ ചെയ്തത് 4 ലക്ഷമാണ്. അതിൽ 10 ലക്ഷവും ആത്മഹത്യ ചെയ്തത് ഇവിടെ കോൺഗ്രസ് ഈ രാജ്യം ഭരിക്കുമ്പോഴാണ് എന്ന് നിങ്ങൾ മറക്കണ്ട. വന്യജീവി അക്രമം, അതില് സംസ്ഥാന ഗവൺമെന്റ് കൃത്യമായ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ സംസ്ഥാന ഗവൺമെന്റിനെ മാത്രം പരിധിയിൽ വരുന്നതല്ല, കടുവയെ വെടിവെച്ച് കൊല്ലണം. കേൾക്ക്, ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉയർന്നു വന്നപ്പോ UDF-ന്റെ ഏതെങ്കിലും ഒരു MP-മാർ ഈ നിയമത്തിൽ ഭേദഗതി വേണമെന്ന് പാർലമെന്റിനകത്ത് ആവശ്യപ്പെട്ടിട്ടില്ല? അത് പറയണം. ഒരു കാര്യം കൂടി എനിക്ക് പറയാം. ഈ വന്യജീവി അക്രമത്തെ സംബന്ധിച്ച് പറഞ്ഞല്ലോ, ഇവിടെ ഇരിക്കുന്നവർക്കറിയാം. ഇവിടെ പയ്യാവൂര് ചെറുപുഴ മുതൽ അയ്യങ്കുന്ന് ആറളം വരെ ഫെൻസിംഗ് നടത്തിയെന്ന് മാത്രമല്ല, അതിൽ പകുതിയിലധികവും വർക്ക് കംപ്ലീറ്റ് ചെയ്ത് അത് സമർപ്പിച്ചു കഴിഞ്ഞു. ശ്രീകണ്ഠാപുരം റോഡിന് 47 കോടി രൂപ ഗവൺമെന്റ് നൽകിയിരിക്കുന്നു. ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇവിടെ CPM-ന്റെ ഉന്നതനായ നേതാവ് പറഞ്ഞത് മത്സരിക്കാൻ ചിഹ്നം നിലനിർത്താൻ മത്സരിക്കാൻ
അതല്ലെങ്കിൽ ഞാൻ പറയട്ടെ, അതല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈനാം വെച്ചോ മരപ്പെട്ടി ആയിരിക്കും പറയട്ടെ. ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ കുറിച്ച് ഇവിടെ പറഞ്ഞു എം വി ജയരാജൻ മികച്ച MLA ആയിരുന്നു. പക്ഷേ അദ്ദേഹം എടക്കാടിന്റെ MLA ആയിരുന്നു 10 വർഷക്കാലം. ഞാൻ അവിടെയുള്ള ഒരാളാണ്. അവിടെ എന്തെങ്കിലും നടത്തിയെന്ന് തെളിയിക്കാൻ ഞാൻ വെല്ലുവിളിക്കുന്നു. കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിലെ 20 MP-മാരും അവരുടെ കടമ നിർവഹിച്ചിട്ടില്ല എന്നുള്ളത് തർക്കമറ്റ കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പ് കേന്ദ്ര സർക്കാരിന്റെ കൂടുതൽ അധികാരത്തിലെത്താൻ നരേന്ദ്രമോദി സർക്കാരിന്റെ വീണ്ടും അധികാരത്തിലെത്താനുള്ള അവസരം മാത്രമല്ല, കണ്ണൂരിന്റെ രാഷ്ട്രീയ മാപിനിയിൽ താപനില വീണ്ടും ഉയർന്നു തന്നെ നിൽക്കുന്നു. വീണ്ടും ഒരു വരവ് കൂടി നമുക്ക് വരേണ്ടി വരും. കണ്ണൂരിന്റെ രാഷ്ട്രീയത്തിൽ ഇനിയും ചോദ്യങ്ങൾ ബാക്കിയാണ്, ഉത്തരങ്ങളും. വീണ്ടും എത്താം മറ്റൊരു ദിവസം കണ്ണൂരിന്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ. റിപ്പോർട്ടർ കുരുക്ഷേത്രം അവസാനിക്കുന്നു. ഗുഡ് നൈറ്റ്, ശുഭരാത്രി. താങ്ക് യു.